ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച്, സനാതനധർമ്മത്തെക്കുറിച്ച്, രാമായണത്തെക്കുറിച്ച്, നമ്മുടെ യഥാർത്ഥ ആധ്യാത്മികതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാൻ ഇതുപോലുള്ള ജനജാഗരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇവിടുത്തെ ആൾക്കാർ, ചുമതലപ്പെട്ടവർ, നാട്ടുകാർ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സദസ്സിൽ ചിലപ്പോൾ ആൾക്കാർ കുറവാണെങ്കിലും, കുറച്ച് പേരേ ഉള്ളുവെങ്കിലും നമ്മുടെ ഈ പരിപാടിയുടെ യഥാർത്ഥ അന്തസത്ത ഉൾക്കൊണ്ടാൽ ഇവിടെ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. കാരണം അത്രയും മഹത്തരമാണ് നമ്മുടെ ദർശനം. രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെ രാമായണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അതൊരു പ്രത്യേക മാസത്തിൽ മാത്രം വായിക്കുവാൻ വേണ്ടിയുള്ളൊരു ഗ്രന്ഥമല്ല. പഞ്ഞമാസം എന്നൊക്കെ വിളിച്ചിരുന്ന കർക്കടക മാസത്തെ രാമായണ പാരായണത്തിലൂടെ പുണ്യമാസമാക്കി ചില മഹാത്മാക്കൾ മാറ്റി. രാമായണ പാരായണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽ ചില കാര്യങ്ങൾ കൂടെ പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. രാമായണം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രീരാമൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, ശ്രീരാമൻ ചെയ്ത അത്യുന്നതമായ കാര്യങ്ങൾ ഒരുപാട് പറയുവാൻ നമുക്കുണ്ടാവും. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, രാമായണത്തെക്കുറിച്ചുള്ള അസംബന്ധങ്ങളാണ് കൂടുതലും പ്രചരിച്ചിരിക്കുന്നത്. ശ്രീരാമനോടുള്ള ഇഷ്ടം, ബഹുമാനം, ഭക്തിയുള്ളവർ പോലും ശ്രീരാമൻ മാതൃകാ പുരുഷോത്തമനാണ്, മാതൃകാ ഭർത്താവാണ്, മാതൃകാ സഹോദരനാണ്, മാതൃകാ രാജാവാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സീതയെ ഉപേക്ഷിച്ചില്ലേ എന്നൊരു ചോദ്യം വരും. കുട്ടിക്കാലം മുതൽക്കേ ചില ആൾക്കാർ കുട്ടികളുടെ ഉള്ളിലുള്ളതാണ്, മുതിർന്നവരുടെ ഉള്ളിലുണ്ടാവും. ശരിക്കും സീതയെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് വഴിയേ പറയാം. കാരണം നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ പതിയും. ഉദാഹരണത്തിന്, ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഏതാണ്? കിരീടധാരിയായിട്ടുള്ള ശ്രീരാമനെയാണോ? സീത സമേതനായിട്ടുള്ള സിംഹാസനത്തിലിരിക്കുന്ന ശ്രീരാമനാണോ കൂടുതൽ ആൾക്കാരുടെയും മനസ്സിൽ വരുന്നത്? അല്ലേ, കാട്ടിലൂടെ പോകുന്ന ഒരു കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച, അമ്പും വില്ലും ആവനാഴിയൊക്കെ പിടിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതായിരിക്കും? കാട്. ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരാൻ കാരണം എന്താണ്? നമ്മൾ പല പോസ്റ്റേഴ്സിൽ കണ്ട, പല ഫ്ലെക്സിൽ കണ്ട, സീരിയലുകളിലും സിനിമകളിലും പല പരമ്പരകളിലും കണ്ട ചില പടങ്ങൾ, ചില ചിത്രങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞു. അതുപോലെ തന്നെ ശ്രീരാമനെക്കുറിച്ചുള്ള എല്ലാ കഥകളും ഒരു പരിധിവരെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശരിയായ രീതിയിൽ രാമായണത്തിൻ്റെ മഹത്വം നമ്മൾ അറിയണം, അത് പ്രചരിപ്പിക്കണം. ശ്രീരാമൻ്റെ യഥാർത്ഥ മഹത്വം നമ്മൾ അറിയണം, അത് പ്രചരിപ്പിക്കണം. അതാണ് നമ്മൾക്ക് ചെയ്യുവാനുള്ള ഒരു പ്രധാന കാര്യം. രാമായണത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം രാമായണത്തെക്കുറിച്ച് ഒരാൾ പഠിക്കുവാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ.
എത്ര രാമായണങ്ങളുണ്ടെന്നറിയാമോ? 300ഓളം രാമായണങ്ങളുണ്ട്. 1, 2, 3 അല്ല, പല ഭാഷകളിലായി 300ഓളം രാമായണങ്ങളാണ് ഉള്ളത്. അത് പലരുടെയും താല്പര്യത്തിനനുസരിച്ച് പലരും എഴുതിയിട്ടുണ്ട്. രാമനോടുള്ള സ്നേഹം തോന്നി ചില ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ചില നിക്ഷിപ്ത താല്പര്യക്കാർ അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചില രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടി ചില രാമായണങ്ങൾ എഴുതിയിട്ടുണ്ട്. ശ്രീരാമനെ മനഃപൂർവ്വം അവഹേളിക്കുവാൻ വേണ്ടിയും രാമായണം ഉണ്ടായിട്ടുണ്ട്. സംസ്കൃതം അറിയാവുന്ന ചില പണ്ഡിതരെ കൊണ്ട് പൈസ കൊടുത്തും പലതൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശരിയായ രാമായണം ഏതാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനം കൂടെ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് മുതൽ നമ്മൾ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നല്ലേ അർത്ഥം, അല്ലേ? ഒരു വാൽമീകി എഴുതിയ രാമായണമുണ്ട്, യഥാർത്ഥ രാമായണം. അതിൻ്റെ പല വ്യാഖ്യാനങ്ങളും, അല്ലെങ്കിൽ അത് വായിച്ചിട്ട് അവരുടേതായ വേർഷൻസൊക്കെ എഴുതാനുള്ള അവകാശം ഉണ്ടായിരുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ പണ്ട് പല രാമായണമെങ്കിലും എഴുതിയിട്ടുള്ളവരെ നമ്മൾ പിടിച്ച് കൊന്നിട്ടുണ്ടോ? ഇല്ല. അവർക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവരെഴുതിയ രാമായണങ്ങൾ നമ്മളെടുത്ത് കത്തിച്ചിട്ടുണ്ടോ? അല്ല, എഴുതിയവരെ കൊന്നിട്ടുണ്ടോ? ഇല്ല. കാരണം ഇപ്പോൾ ചർച്ചയൊക്കെ നടക്കുന്നുണ്ടല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ. ഇവിടെ ഭാരതത്തിൽ പണ്ടേ അഭിപ്രായ സ്വാതന്ത്ര്യവും വിമർശനം എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇത്രയും പ്രചരിച്ചത്, അല്ലേ? ഇല്ലെങ്കിലോ ഒരു പുസ്തകം, രാമായണത്തെക്കുറിച്ച് ഒരാൾ ഒരു പുസ്തകം എഴുതി, അതിൻ്റെ കണ്ടൻറ്റ് വേറേതായിട്ട് എഴുതി. വാൽമീകി ഉദ്ദേശിച്ച ആ ഒരു ദൗത്യം, മിഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒരാൾ അയാളുടെ താല്പര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു രാമായണം എഴുതി. അത് പണ്ട് മേടിച്ച് കത്തിക്കുകയും അയാളെ കൊന്നിരുന്നെങ്കിലോ ഇന്ന് പല രാമായണങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ? അതിനർത്ഥം എന്താണ്? അതിനർത്ഥം പണ്ടും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബൗദ്ധ ജൈന രാമായണങ്ങൾ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമനെ അവഹേളിക്കാൻ വേണ്ടി പോലും രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു മഹത്വം ചൂണ്ടിക്കാണിക്കുവാൻ, സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച ഒരാളുടെ ജീവിതകഥ നമുക്കെല്ലാം പാഠമാക്കുവാൻ വേണ്ടി ഈ രാമായണം എഴുതുമ്പോൾ അതിനെ തെറ്റായ രീതിയിൽ എഴുതിയ, ജനങ്ങളിലേക്ക് പ്രചരിപ്പിച്ച പല ആൾക്കാരും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇവിടെ മലയാളത്തിൽ മാപ്പിള രാമായണം എന്ന് പറയുന്ന രാമായണം വരെയുണ്ട്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ആദരിച്ചിരുന്നു. നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകത്തെ, ഒരു വിശ്വാസികളുടെ പുസ്തകത്തൊക്കെ ഇങ്ങനെ എഴുതിയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. വേറൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതിനോടൊപ്പം പറയാനുള്ളത്, ഈ ഗ്രന്ഥങ്ങളൊക്കെ പ്രചരിക്കുമ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ, ദുഷ്പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോഴും പണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. ഭരതൻ രാമരാജ്യം ഇവിടെ ശരിയായ രീതിയിൽ തുടക്കം കുറിച്ചപ്പോൾ, രാമരാജ്യത്തിന് ആദ്യം തുടക്കം കുറിച്ചത് ശ്രീരാമനല്ല, ശ്രീരാമൻ്റെ കാൽപാദങ്ങൾ മെതിയടി വെച്ച് ആരാണ്? ഭരതനാണ് ആദ്യം രാമരാജ്യത്തിന് തുടക്കം കുറിച്ചത്. കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, വനവാസത്തിന് പോകുന്നതിന് മുമ്പ് ശ്രീരാമൻ ഭരതനോട് പറയുന്നുണ്ട്, ഇവിടെ പല കുബുദ്ധികളും ദുഷ്പ്രചരണങ്ങളും പല ആൾക്കാരൊക്കെ ഉണ്ടാവാം, അവരുടെ ക്ഷേമം നീ ഉറപ്പുവരുത്തണം. പക്ഷേ അവരുടെ കുബുദ്ധികൾ, കുപ്രചരണങ്ങൾക്കെതിരെ നീ ജാഗ്രത പുലർത്തണം. അതന്ന് നടന്നിട്ടുണ്ടാകും, പക്ഷേ ഈ ജാഗ്രത പുലർത്തണം, അതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
ഈ സമകാലീന വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് പല പല തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിച്ചത്. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ശരിയേത് തെറ്റേതെന്നുള്ള കൺഫ്യൂഷനും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ശരിയായ ഗുരുപരമ്പരകളിൽ നിന്നുള്ള ഗൈഡൻസോടുകൂടി ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ധർമ്മ അധർമ്മത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അവബോധം നമുക്കുണ്ടാവും. തെറ്റ് ശരി ഏതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് കുറേ അറിവുകൾ നമുക്ക് കിട്ടും, ശ്ലോകങ്ങൾ കാണാതെ പഠിച്ച് ആരുടെയെങ്കിലൊക്കെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ കയ്യടി നേടാം. പക്ഷെ യഥാർത്ഥ ആ ഉദ്ദേശം നിറവേറ്റണമെന്നില്ല. ശ്രീരാമനെ അയോധ്യയുടെ യുവരാജാവാക്കാൻ പോയപ്പോൾ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ, ദശരഥൻ കൈകേയിക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടി ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നു, വനവാസത്തിന് പോകുന്നു. ഒപ്പം ലക്ഷ്മണനും സീതയും ഒപ്പം ഉണ്ട്. സീതയോട് പറഞ്ഞതാണ് കൊട്ടാരത്തിൽ നിന്നുകൊള്ളാൻ, പക്ഷേ സീത സമ്മതിച്ചില്ല. ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും ഒപ്പം വനവാസത്തിന് ഇറങ്ങി. കാട്ടിൽ വെച്ച് ലങ്കാരാജാവായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു. ശ്രീരാമൻ പിന്നീട് ഹനുമാൻ അതോടൊപ്പം തന്നെ വാനരസേനയുടെ സഹായത്താൽ ലങ്കയിൽ ചെന്ന് രാവണനെ വധിക്കുന്നു. രാവണനെ വധിച്ച് ആ നാടിൻ്റെ രാജാവ് ശ്രീരാമനായോ? ഇല്ല. വിഭീഷണൻ, രാവണൻ്റെ സഹോദരനായ വിഭീഷണനെ അവിടെ രാജാവായി പട്ടാഭിഷേകം ചെയ്യുന്നു. തിരിച്ച് പുഷ്പക വിമാനത്തിൽ ശ്രീരാമനും സീതയും അയോധ്യയിലേക്ക് വരുന്നു. ആയിരക്കണക്കിന് വർഷം ഏറ്റവും നല്ല മികച്ച സദ്ഭരണം കാഴ്ചവെച്ചു എന്നുള്ളതാണ് വാൽമീകി രാമായണം പറയുന്നത്. പക്ഷേ ഇതിനാണ് ഫലശ്രുതി എന്ന് പറയും. നമ്മുടെ ഒരു കാവ്യം, സനാതന ധർമ്മത്തിലെ ഭാരതത്തിലൊരു കാവ്യം വന്ന് തീരുന്നത്, എൻഡ് വന്ന് തീരുന്നത് ഫലശ്രുതി എന്ന് പറയുന്ന നല്ലൊരു സന്ദേശം നൽകിക്കൊണ്ട്, നല്ലൊരു എൻഡ്, സന്തോഷവും സംതൃപ്തി നിറഞ്ഞ ഒരു അവസാനമായിരിക്കും നമ്മുടെ ഏത് ഗ്രന്ഥത്തിലും ഉണ്ടാകുന്നത്. ചിലപ്പോൾ തുടക്കമോ അല്ലെങ്കിൽ മധ്യഭാഗത്തൊക്കെ യുദ്ധങ്ങളോ വിഷമങ്ങളോ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവസാനം സനാതനധർമ്മത്തിന് വിജയം നൽകിക്കൊണ്ട് ഉള്ളതായിരിക്കും അതിൻ്റെ അവസാനം ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും ഏതാണ്? വാൽമീകി രാമായണത്തെക്കുറിച്ചാണ് ശരിക്കും നമ്മൾ വായിക്കേണ്ടത്, പഠിക്കേണ്ടത്. വാൽമീകി രാമായണത്തിൽ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ വിവിധ കാണ്ഡങ്ങളുണ്ട്. 6 കാണ്ഡമാണ് ശരിക്കുള്ളത്. ബാലകാണ്ഡം, അയോധ്യാകാണ്ഡം, ആരണ്യകാണ്ഡം, കിഷ്കിന്ധാകാണ്ഡം, സുന്ദരകാണ്ഡം, യുദ്ധകാണ്ഡം. 7ാമത്തെ കാണ്ഡമായി കാണുന്ന ഉത്തരകാണ്ഡം അല്ലെങ്കിൽ ഉത്തര രാമായണം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, ഗവേഷകരുടെ അഭിപ്രായത്തിൽ, ഋഷിമാരുടെ അഭിപ്രായത്തിൽ അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. 7ാമത്തെ കാണ്ഡമായിട്ടുള്ള ഉത്തരകാണ്ഡം അത് വാൽമീകി എഴുതിയതല്ല. അത് വാൽമീകിയുടെ കുഴപ്പമല്ല, ശ്രീരാമൻ്റെ കുഴപ്പമല്ല, സീതയുടെ കുഴപ്പമല്ല, ലക്ഷ്മണൻ്റെ കുഴപ്പമല്ല. അത് ഒരു ഗ്രന്ഥത്തിൻ്റെ, ഒരു പുസ്തകത്തിൻ്റെ, ഒരു ടെക്സ്റ്റിൻ്റെ പ്രശ്നമാണ്. പിന്നീട് ചില കുബുദ്ധികൾ അവിടെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് പിന്നീട് 14-15 നൂറ്റാണ്ടിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഉത്തരരാമായണം എന്ന് പറയുന്ന കൃതി. അത് ഉത്തരരാമായണം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര കൃതിയാണ്. അല്ലെങ്കിൽ ഉത്തരകാണ്ഡം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഉത്തരരാമായണം എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. കാരണം ഒരു 14-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള വാൽമീകി രാമായണത്തിൽ 7ാമത്തെ കാണ്ഡമായിട്ട് ഉത്തരകാണ്ഡം ഇല്ലായിരുന്നു. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ബാലകാണ്ഡത്തിൻ്റെ ചെറിയ ഭാഗങ്ങളും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ ഉത്തരകാണ്ഡത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഏതുള്ളത്?
സീതയെ ഉപേക്ഷിച്ചു എന്നുള്ള കഥ. ഒരു ശൂദ്രൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ, ശംഭൂകൻ, തപസ് ചെയ്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ അയാളെ കൊന്നു, വധിച്ചു എന്നുള്ള കഥ. കാരണം സീതയെ ശ്രീരാമൻ അങ്ങനെ ഉപേക്ഷിക്കുമോ? ആരുടെയെങ്കിലും വാക്ക് കേട്ട് സീതയെ ഉപേക്ഷിക്കുന്ന ഒരാളല്ല ശ്രീരാമൻ. അത് നമുക്ക് വഴിയേ പറയാം. കാരണം ഈ മലയാളത്തിലേക്ക് രാമായണം വന്നപ്പോൾ, അത് അറിയാലോ നമുക്ക്, ആധ്യാത്മിക രാമായണമാണ് മലയാളത്തിൽ കൂടുതൽ പ്രചരിച്ചത്. കാരണം നമ്മൾ ഈ രാമായണ മഹാഭാരതം, അതിനൊരു പദവിയുണ്ട്. ഏതാണ്? ഇതിഹാസ പദവി. ഇതിഹാസങ്ങൾ 2 എണ്ണമാണ് നമുക്കറിയാം. ഏതാണ്? ഒന്ന് വ്യാസമഹാഭാരതം, വാൽമീകി രാമായണം. ആ പേര് തന്നെ നോക്കുക. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇതിഹാസ പദവിയുള്ളത് 2 ഗ്രന്ഥങ്ങൾക്കാണ്. ഏതാണ്? മഹാഭാരതം എന്ന് പറയില്ല. ഏതാണ്? വ്യാസമഹാഭാരതം. രണ്ടാമത്തേതാണ്? രാമായണം എന്ന് പറയുമോ? ഇല്ല. ഏതാണ്? വാൽമീകി രാമായണം എന്ന് പറയണം. അതിനാണ് ഇതിഹാസ പദവിയുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാമല്ലോ. അപ്പോൾ വാൽമീകി എഴുതിയ രാമായണം തന്നെയാണ് നമ്മൾ ശരിക്കും പഠന വിഷയമാക്കേണ്ടത്. ഇപ്പോൾ കർക്കിടക മാസം നടക്കുകയാണ്. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുണ്ട്. 31 ദിവസമുണ്ട്. ആഗസ്റ്റ് 12-ാം തീയതിയൊക്കെ കർക്കിടക വാവൊക്കെ വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തും ഈ പ്രഭാഷണ പരമ്പരയൊക്കെ നടക്കുന്നു, ഇനിയും നടക്കും. ഇത് പ്രഭാഷണ പരമ്പര കഴിഞ്ഞാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാമായണത്തെക്കുറിച്ചും ശ്രീരാമനെക്കുറിച്ചും ശരിയായ ഒരു ധാരണ കൂടെ നമുക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതിഹാസം എന്നാൽ എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഇതിഹാസം. അതിൻ്റെ ഒരർത്ഥം ഇപ്രകാരം സംഭവിച്ചു, ഇങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് ഇതിഹാസത്തിൻ്റെ ഒരർത്ഥം. ദാർശനികമായ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ഇതിഹ എന്ന് വെച്ചാൽ ജീവിത മൂല്യങ്ങളെന്നാണ് അർത്ഥം. ഇതിഹ എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ചരിത്രമാണ്. ഇതിഹ എന്ന് വെച്ചാൽ ചില ജീവിത മൂല്യങ്ങൾ. ഇതിഹാസം എന്ന് വെച്ചാൽ ചില ജീവിത മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചവരുടെ ചരിതം. അതാണ് ഇതിഹാസം. അതാണ് വാൽമീകി രാമായണം, വ്യാസമഹാഭാരതം. അത് വെറും ഒരു കഥ മാത്രമല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. വാൽമീകി രാമായണം ഇതിഹാസമാണ്, ഇതിഹാസ പദവി ഉള്ളതാണെന്ന് പറഞ്ഞു. ഈ ഇതിഹാസത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, അതിനകത്ത് ചരിത്രമുണ്ടാകും, ചരിത്രം നടന്ന സംഭവങ്ങളുണ്ടാവും. രണ്ടാമത്തത്, ചില ജീവിത മൂല്യങ്ങൾ, ധർമ്മം അധർമ്മം, അത് തമ്മിലുള്ള സംഘർഷങ്ങൾ, ധാർമ്മികമായി ജീവിച്ചവരുടെ അനുഭവങ്ങൾ, അവരെങ്ങനെ ധർമ്മത്തിന് വേണ്ടി നിന്നു, എന്തൊക്കെ നേരിട്ടു, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ തീരുമാനമെടുത്തു, എന്തൊക്കെ മറുപടി കൊടുത്തു എന്നുള്ള ധർമ്മം അധർമ്മത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ദാർശനിക ചർച്ചകൾ ആ പുസ്തകത്തിലുണ്ടാവും. മാത്രമല്ല, അതൊരു കാവ്യം കൂടെയാണ്. ചരിത്രം മാത്രമല്ല, കാവ്യം കൂടെയാണ്. ഇപ്പോൾ ഒരു ദർശനം, പുരുഷാർത്ഥ ജീവിത ദർശനം, അല്ലെങ്കിൽ പല പല ദർശനങ്ങൾ നമ്മളോട് ചിലപ്പോൾ പറയുമ്പോൾ നമ്മൾക്ക് ബോറടി തോന്നാം. പക്ഷെ ഒരു കാവ്യരൂപത്തിൽ വന്നു കഴിഞ്ഞാലോ നമുക്കത് ഇഷ്ടപ്പെടും. കാവ്യരൂപത്തിലായതുകൊണ്ടാണ് ഇന്നും ഭാരതത്തിലെ ചെറു ഗ്രാമങ്ങളിൽ പോലും ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയൊക്കെ മഹത്വം പ്രചരിക്കാൻ കാരണം എന്താണ്? ഈ കാവ്യരൂപത്തിൽ വന്നതുകൊണ്ടാണ്. നിങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ദ കാശ്മീർ ഫയൽസ്. കണ്ടിട്ടുണ്ടാവുമോ എന്നറിയില്ല. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ദ കാശ്മീർ ഫയൽസ്. പുറകിൽ 2 പേര് കണ്ടിട്ടുണ്ട്. കാശ്മീരിൽ നടക്കുന്ന വിഷയങ്ങൾ, കാശ്മീരി പണ്ഡിറ്റുകളെ അവരുടെ നാട്ടിൽ നിന്നും ചില ആൾക്കാർ, ചില തീവ്രവാദികൾ ഓടിക്കുന്നു. അവർ ഡൽഹിയിലെ ടെൻറ്റുകളിൽ വന്ന് താമസിക്കുന്നു. ഉള്ള പല പല കാര്യങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ദ കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ അത് ശരിക്കും പ്രചരിച്ചു. അത് കണ്ടവർക്കറിയാം, അത് നമ്മളെ ശരിക്കും സ്വാധീനിച്ചു.
അപ്പോൾ ഈ കാവ്യരൂപത്തിൽ അല്ലെങ്കിൽ സിനിമാ രൂപത്തിൽ, ചിത്രീകരണ രൂപത്തിൽ, കവിത രൂപത്തിൽ, സാഹിത്യ രൂപത്തിലൊക്കെ വരുമ്പോൾ അത് നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. ആ രീതിയിൽ കൂടെയുള്ളൊരു കാര്യം കൂടെയാണ് ഇത്, കാവ്യരൂപം കൂടെ അടങ്ങിയതാണ് ഇത് വാൽമീകി രാമായണം. അപ്പോൾ കാവ്യം മാത്രമാണോ? അല്ല. അപ്പോൾ കാവ്യരൂപത്തിൽ വരുമ്പോൾ ഇപ്പോൾ പഴശ്ശിരാജയുടെ നമ്മളൊരു സിനിമ എടുക്കാൻ പോകുന്നു. പഴശ്ശിരാജ അല്ലേ, ആ സിനിമ എടുക്കുമ്പോൾ എങ്ങനെയാണ്? അതിനകത്ത് ചിലപ്പോൾ ഒരാൾ ഇടിക്കുമ്പോൾ കുറച്ച് പേര് വീഴും, കുതിരപ്പുറത്ത് വരുന്നു. അത് അങ്ങനെ കാണുമ്പോൾ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ആ സിനിമയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടം തോന്നണമെങ്കിൽ, കണ്ടിരിക്കണമെങ്കിൽ, ബോറടിക്കാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അതിന് സംവിധായകനോ എഴുത്തുകാരൊക്കെ കൂട്ടിച്ചേർക്കും. അത് കൂട്ടിച്ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൻ്റെ യഥാർത്ഥ കണ്ടൻറ്റ് ചോർന്നു പോവാതെ വേണം പല സാഹചര്യങ്ങൾ കൂട്ടിച്ചേർക്കുവാൻ. അങ്ങനെ കാവ്യം കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, വാൽമീകി രാമായണത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ചരിത്രമുണ്ട്, ദർശനമുണ്ട്, ധർമ്മ അധർമ്മ ചർച്ചയുണ്ട്, കാവ്യമുണ്ട്. ഇത് ഇത്രയും കൂടെ ചേർന്നതാണ് അത് ഇതിഹാസം. ഇതിഹാസം എഴുതുവാൻ ഋഷിമാർക്ക് മാത്രമേ പറ്റൂ എന്നുള്ളതാണ് അടുത്ത കാര്യം. ഋഷിമാർക്ക് മാത്രമേ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ്, ധർമ്മം ഏത് അധർമ്മം ഏതുള്ള അറിവ് അവർക്ക് മാത്രമേ ഉണ്ടാകൂ. അവർക്ക് മാത്രമാണ് ഇതിഹാസം എഴുതുവാനുള്ള യോഗ്യത. ഇപ്പം നമുക്കും പല ഗ്രന്ഥങ്ങൾ എഴുതാം, അത് കാവ്യമായിട്ടോ സാഹിത്യമായിട്ടോ ഒക്കെ പരിഗണിക്കും. അതെന്താവില്ല, ഇതിഹാസമാകുമോ? ഇതിഹാസമാവില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുമാരനാശാൻ ഒരു കവിത എഴുതി, അല്ലെങ്കിൽ ഇപ്പോൾ MD വാസുദേവൻ നായരുടെ ഒരു പുസ്തകമില്ല, ഏതാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നൊരു ഒരു നല്ല ഭാഷ കൊണ്ടും ഭാഷാ സംബന്ധം കൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള ഗ്രന്ഥമാണ്. അത് നമ്മൾ മഹാഭാരതമായിട്ട് പരിഗണിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ പല ആൾക്കാരും അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതെന്താവില്ല, ഇതിഹാസമാവില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. മാത്രമല്ല സനാതനധർമ്മത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ കൂടെ ഈ ഗ്രന്ഥങ്ങളിലുണ്ടാവും. അപ്പോൾ സനാതനധർമ്മം എന്താണെന്ന് ആദ്യം അറിയണം. സനാതനധർമ്മം പരിശീലിക്കുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ ഈ ധർമ്മമേത് അധർമ്മമേതെന്നുള്ള ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂ. ഇപ്പോൾ ധർമ്മം അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തം താൻ ചെയ്യുന്നത് ശരിയാണെന്ന് കരുതിയാണ് രാവണനും അതുപോലെ തന്നെ ശകുനിയൊക്കെ, ദുര്യോധനൊക്കെ, മഹാഭാരതത്തിൽ ദുര്യോധനും ശകുനിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ ചെയ്യുന്നത് അവരുടെ ധർമ്മമാണെന്ന് കരുതിക്കൊണ്ടാണ് തെറ്റുകളൊക്കെ ചെയ്തത്. അത് ശരിയാകുമോ? തെറ്റല്ലേ, നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ധർമ്മമേത് അധർമ്മമേതെന്നുള്ള തിരിച്ചറിവുള്ളവർക്ക് മാത്രമാണ് ഇത് ഇതിഹാസ രചന നടത്തുവാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല ഇതിഹാസങ്ങൾ നമുക്ക് വഴികാട്ടിയാണ്. ഈ ധർമ്മസംഘർഷങ്ങൾ വരുമ്പോഴുള്ള വഴികാട്ടിയാണ് ഇതിഹാസങ്ങൾ. പക്ഷേ അത് ഇന്ന് പലതും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പോലും ഇപ്പോഴും കൃത്യമായി അതിലൊരു ആത്മവിശ്വാസം ഇല്ലാത്തതും അതിൻ്റെ ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ അറിയാത്തതും ഈ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങളിൽ നമ്മൾ സ്വാധീനിക്കപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തലമുറ, ഇതിനു മുമ്പുള്ളവരൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അത് ആരുടെയും കുഴപ്പമില്ല. അതിനെ പറയുന്ന ഒരു പ്രശ്നമാണ് ഗ്രന്ഥദോഷം എന്ന് പറയും. ജലദോഷമല്ല, എന്താണ് ഗ്രന്ഥദോഷം എന്ന് വെച്ചാൽ ഒരു പുസ്തകമുണ്ട്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാം. കാരണം പണ്ട് ഈ രാമായണമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു കാര്യം കൂട്ടിച്ചേർക്കുവാൻ, വാൽമീകി രാമായണം ഉണ്ടായിരുന്ന സമയത്ത് കൂട്ടിച്ചേർക്കുവാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു താളിയോല ഗ്രന്ഥത്തിലായിരിക്കുമല്ലോ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആ താളിയോലയുടെ കെട്ടഴിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് എഴുതി ചേർക്കുക, വേറെ താളിയോല ഇടയ്ക്ക് ചേർത്ത് വെച്ചിട്ട് വീണ്ടും കെട്ടിവെക്കുക. അതുകൊണ്ട് അങ്ങനെ പല കുബുദ്ധികൾ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ധർമ്മത്തെ തകർക്കുവാൻ വേണ്ടി, നമ്മുടെ സംസ്കൃതിയെ മോശമാക്കുവാൻ വേണ്ടി അന്നും ചില ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെയാണ് അതൊക്കെ പ്രചരിച്ചത്. പക്ഷെ ഇന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു പുസ്തകം എഴുതി, അല്ലെങ്കിൽ ഒരു പുസ്തകം ശരിക്കും പ്രചരിച്ചു, പിന്നെ അതിനകത്ത് പഴയ പോലെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? ഇല്ല. അത് സർക്കാരിൽ അതിൻ്റെ ഒരു കോപ്പി കൊടുക്കണം, അതുപോലെ തന്നെ പ്രിൻറ്റിങ് ഹൗസിൽ പ്രിൻറ്റ് ചെയ്യുന്നവിടെ ഒരു കോപ്പി ഉണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ കോപ്പി ഉണ്ടാവും,
പല ബുക്ക് സ്റ്റാളുകളിൽ കോപ്പി ഉണ്ടാകും. അതുകൊണ്ടൊരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുസ്തകത്തിൽ ഒരു അധ്യായം കൂട്ടിച്ചേർക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പണ്ട് അങ്ങനെയായിരുന്നില്ല. ഈ താളിയോല അഴിച്ച് അതിനകത്ത് പല കാര്യങ്ങളും കൂട്ടിച്ചേർക്കുവാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണ് ഉത്തര രാമായണം എന്ന് പറയുന്ന ഉത്തരകാണ്ഡം വാൽമീകി രാമായണത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അത് ഈ ഗ്രന്ഥദോഷം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനുണ്ടാകുന്നൊരു കുഴപ്പമാണ്. അത് ആരുടെയും മനഃപൂർവ്വം ചെയ്തവരുണ്ട്, ഗ്രന്ഥത്തിൻ്റേതായ ചില ദോഷങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുസ്തകത്തിൽ അക്ഷരങ്ങൾ തർജിമ ചെയ്യുമ്പോഴോ മാറ്റുമ്പോഴോ അക്ഷരങ്ങളോ വാചകങ്ങളോ മാറ്റിക്കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ ചിലപ്പോൾ കണ്ടൻറ്റ് പോവാം. മാത്രമല്ല കൈകടത്തലുകൾ അതിനകത്തുണ്ടാകും. ഒരു എഴുത്തുകാരൻ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ അതും പറ്റും. അതിനെ നമ്മൾ ശബനം എന്ന് പറയും. എഴുത്തുകാരൻ്റെ കൈകടത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ശബനം. മാത്രമല്ല രൂപാന്തരം, ഈ ഒരു രൂപമാറ്റം വരുത്താം ഒരു ഗ്രന്ഥത്തെ, അതിന് രൂപാന്തരണം എന്ന് പറയും. പിന്നെ ഒരു ഗ്രന്ഥമുണ്ട്, നല്ലൊരു ഗ്രന്ഥമാണ്, ആ ഗ്രന്ഥത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാറ്റി ഒരാൾ കുറച്ച് പേർ ചേർന്ന് നിഷ്കാസനം എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ടാകും ഗ്രന്ഥത്തിന്. ആശയ പരിവർത്തനം, ഒരു നല്ല ആശയം മാറ്റി വേറൊരു ആശയം അതിനകത്ത് ചേർക്കാം, ആശയ പരിവർത്തനം. പിന്നെ ഒരു പുസ്തകം തന്നെ കംപ്ലീറ്റ്ലി മാറ്റി വേറെ കാര്യങ്ങൾ ചേർക്കാം. ഒരു പുസ്തകത്തിൻ്റെ പരിമിതിയാണ്, അതിനെ വിധ്വംസനം എന്ന് പറയുന്നു. ഒളിച്ച് കടത്താം. അതിൻ്റെ ഒരു നല്ലൊരു പുസ്തകമാണ്, നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ ചിലത് മനസ്സിലാവില്ല. ആ പുസ്തകത്തിൻ്റെ ചില പാരഗ്രാഫിലും ചില സെൻറ്റൻസിൻ്റെ ഇടയിലേക്ക് ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ ചില കാര്യങ്ങൾ ചേർക്കാം. ഒളിച്ച് കടത്തൽ, അതിനെ വിളിക്കുന്ന പേരാണ് അവജ്ഞാനം. അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു ഗ്രന്ഥത്തിനുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അത് 100% ശരിയാണ്, 100% ഈശ്വരൻ കൊടുത്തതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ശരിയായ രീതിയിലുള്ളൊരു പഠനം, ഗവേഷണം, ചിന്ത ആവശ്യമാണ്. നമ്മൾ അല്ലെങ്കിൽ വായിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും പല രാമായണ പ്രോഗ്രാമിലും കൂടുതലും വായിക്കുന്നത് ആധ്യാത്മിക രാമായണമാണ്. എഴുത്തച്ഛൻ എഴുതിയ ആധ്യാത്മിക രാമായണം, കിളിപ്പാട്ട്. അത് എഴുത്തച്ഛൻ നമുക്കറിയാലോ, നമ്മുടെ ഭാഷാ പിതാവാണ് എഴുത്തച്ഛൻ. മലയാള ഭാഷയ്ക്ക് നിരവധി സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. മാത്രമല്ല ഈ പാരായണം നമ്മൾ ചെയ്യുമ്പോൾ ഭക്തി നമ്മുടെ മനസ്സിലും അത് കൂടിയിരിക്കുന്ന സ്ഥലത്തും അതിൻ്റെ ഭക്തി നിറയും. മാത്രമല്ല ആധ്യാത്മിക പാരായണം വ്യാപകമായതോടെ ഒരൈക്യം, ക്ഷേത്രങ്ങളിലാണെങ്കിലും ഹിന്ദുക്കളിലേക്ക് ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ പദസമ്പത്ത്, ഇത് വായിക്കുന്നവർക്ക്, ഇത് പഠിക്കുന്നവർക്ക്, ആധ്യാത്മിക രാമായണം വായിക്കുന്നവർക്ക് പദസമ്പത്തുണ്ടാവും. അവരുടെ അക്ഷരം, അവർ സംസാരിക്കുന്നതിലൊക്കെ അക്ഷരശുദ്ധിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടേത് ഒരാൾ വായിക്കുമ്പോൾ മറ്റൊരാൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കും അതിൻ്റേതായ ചില ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ആധ്യാത്മിക രാമായണത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം. പക്ഷേ ആധ്യാത്മിക രാമായണം എഴുത്തച്ഛൻ എഴുതിയപ്പോൾ അത് വാൽമീകി രാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സ്വതന്ത്ര കൃതിയായിട്ട് മാറി. സ്വതന്ത്ര കൃതി, അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ കൂടെ അതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. അറിയാലോ, വാൽമീകി രാമായണം തുടങ്ങുന്നത് എങ്ങനെയാണ്? നാരദനോട് ചോദിച്ചുകൊണ്ടാണ്, വാൽമീകി നാരദനോട് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആധ്യാത്മിക രാമായണം തുടങ്ങുന്നു അല്ല, ഒരു കിളീനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെയാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിനകത്ത് വായിക്കുമ്പോൾ, അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ സീതയെ ഉപേക്ഷിച്ചെന്നുള്ള കഥ ആധ്യാത്മിക രാമായണത്തിലുണ്ട്. ഒരു ശൂദ്രൻ തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ ശ്രീരാമൻ കൊന്ന കാര്യങ്ങളും എവിടെയുണ്ട്? ആധ്യാത്മിക രാമായണത്തിലുണ്ട്. അതിനകത്ത് ഏതാണ് ഈ നേരത്തെ പറഞ്ഞ ഉത്തരകാണ്ഡം എന്ന് പറയുന്ന 7ാമത്തെ കാണ്ഡം എവിടെയുണ്ട്? ഈ ആധ്യാത്മിക രാമായണത്തിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. തപസ് ചെയ്ത തപസ്വികളെ, ധ്യാനം ചെയ്തവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളായിരുന്നു ആര്? ശ്രീരാമൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ തപസ് ചെയ്യുമ്പോൾ അയാളെ പോയി കൊല്ലുമോ?
ഒരിക്കലുമില്ല. അപ്പം നമ്മൾ പോലും അങ്ങനെ ചെയ്യില്ല. അപ്പം ഇത്രയും ഉന്നത വ്യക്തിത്വമുള്ള ധർമ്മശാലിയായ മാതൃകാ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് നമ്മളെ വഴിതെറ്റിക്കാൻ, നമ്മളെ തമ്മിൽ തല്ലിക്കാൻ, നമ്മുടെ ധർമ്മം മോശമാണെന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ചില ആൾക്കാരുണ്ടാക്കിയ ഒരു കുതന്ത്രമാണത്. അതിൽ നമ്മൾ വീണു പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, വാൽമീകി രാമായണത്തിന് പകരമല്ല ആധ്യാത്മിക രാമായണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എഴുത്തച്ഛൻ ഋഷിയല്ല. അദ്ദേഹം ചിലപ്പോൾ നല്ല കവിയായിരിക്കാം, പദസമ്പത്തുണ്ടാവാം, മലയാള ഭാഷയ്ക്ക് പല സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ടാവാം. അവിടെയാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കുമാരനാശാൻ എഴുതിയ കാര്യങ്ങളുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ കാര്യങ്ങളുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ കാര്യങ്ങളെ ഋഷിയാണ് അദ്ദേഹം. കുമാരനാശാനോ കവി. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയതിനേക്കാൾ ഭാഷയോ അല്ലെങ്കിൽ വ്യാകരണമൊക്കെ ചിലപ്പോൾ കുമാരനാശാൻ്റെ രചനകളിൽ ഉണ്ടാവാം. പക്ഷേ അത് ഋഷി എഴുതിയതാവില്ല. അപ്പോൾ ഞാൻ കുറച്ചു നേരമായി ഋഷി എന്ന് പറയുന്നു. ആരാണ് ഋഷി എന്നറിയാമോ? ഋഷി, നമ്മൾ ഋഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എവിടെയാണ്? 3ാം ക്ലാസ്സിലൊക്കെ അല്ലേ, 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലൊക്കെ. എപ്പോഴാണ്? ആ, അമ്മ അല്ലേ, അക്ഷരം പഠിക്കുമ്പോൾ. രണ്ടാമത്തേതാണ് ആ, ആന. അങ്ങനെ ചൊല്ലി വരുമ്പോൾ ഏതക്ഷരമാണ്? അതുകൊണ്ടൊരു വാക്ക് പറയണമല്ലോ. ഏതാണ്? നമുക്കറിയാവുന്നൊരു വാക്ക് ഏതാണ്? ഋഷി. അപ്പോൾ നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള സമയത്തുണ്ട് ഒരാൾ താടിയൊക്കെ വളർത്തി ഒരു സന്യാസി ഇങ്ങനെ ഇരിപ്പുണ്ടാകും, ഒരു പടം. അതിൻ്റെ ഇടത് സൈഡിൽ ഋഷി എന്ന പടം ഉണ്ടാവും, ഒരു പടം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ. ഇതാണ് ഋഷിയെക്കുറിച്ച് നമുക്കറിയാവുന്നൊരു കാര്യം. അപ്പം അങ്ങനെ ആ ചിത്രം നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട് ഋഷി എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു കണ്ണടച്ചൊക്കെ ഇരിക്കുന്ന ഒരു സന്യാസിനെ പോലൊരു ആളാണെന്ന് മനസ്സിലായി. ഋഷി എന്ന് വെച്ചാൽ വളരെ നല്ല ആഴത്തിലുള്ള അർത്ഥമാണ്. ഇപ്പോൾ ആർഷഭാരതം, ആർഷ സംസ്കാരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? ഋഷികളുമായി ബന്ധപ്പെട്ടതാണ് ആർഷ എന്ന വാക്കിൻ്റെ അർത്ഥം. ഋഷി എന്ന് വെച്ചാൽ ഈശ്വരൻ തൻ്റെ ശക്തി, ചൈതന്യം, ബോധം ആരിലാണോ കാരുണ്യപൂർവ്വം അർഷിച്ചിരിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണേത്? ഋഷിമാർ. ചുമ്മാതുള്ള ആൾക്കാരല്ല. ഈശ്വരൻ അവർക്ക് യോഗ്യത ഉണ്ടായിട്ട് തന്നെയാണ് ഈശ്വരൻ തൻ്റെ ശക്തി, ചൈതന്യം, ബോധം അദ്ദേഹം സ്നേഹത്തോടുകൂടി അർഷിച്ച് നൽകിയവരെ വിളിക്കുന്ന പേരാണേത്? ഋഷിമാർ. അവർ നടക്കുന്ന ഈശ്വരന്മാരെന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അവരുടെ ബോധം, അവരുടെ അറിവ് വളരെ ഉയർന്ന രീതിയിലാണ്. ആ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ പല രചനകളും നിർവഹിക്കുന്നത്. അപ്പോൾ ആ ഉയർന്ന തലത്തിലേക്ക് എത്താത്ത പദസമ്പത്തുള്ള കവികളോ സാഹിത്യകാരന്മാരൊക്കെ എഴുതിയാൽ അത് ഇതിഹാസമാകുമോ? ഇല്ല. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ ആധ്യാത്മിക രാമായണം ഉണ്ടാകുന്നതിന് മുമ്പും തന്നെ ഇവിടെ പല രാമായണങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. ഒരു ചീരാമകവിയുടെ രാമചരിതം എന്ന് പറയുന്ന രാമായണം ഉണ്ടായിരുന്നു ഇവിടെ. 12ാം നൂറ്റാണ്ടിലാണ്. രാമകഥാപാട്ട് എന്ന് പറയുന്ന അയ്യപ്പള്ളി ആശാൻ്റെ രാമകഥാപാട്ട് എന്ന് പറയുന്ന ഒരു രാമായണം ഇവിടെ ഉണ്ടായിരുന്നു. 15ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ്. കണ്ണശ രാമായണം എന്ന് പറയുന്ന രാമായണം ഉണ്ടായിരുന്നു. കണ്ണശ രാമായണം, അത് കണ്ണശ രാമപ്പണിക്കർ 15ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. പിന്നെ ഭാഷാ രാമായണ ചമ്പു എന്ന് പറയുന്നൊരു രാമായണം ഉണ്ടായിരുന്നു. അത് പുനം നമ്പൂതിരി എഴുതിയതാണ്. പിന്നീട് ആധ്യാത്മിക രാമായണം എഴുത്തച്ഛൻ എഴുതിയത്. അങ്ങനെ പല രാമായണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കൊങ്ങിണി രാമായണം, ഈ കൊങ്ങിണിമാരുടെ ഒരു കൊങ്ങിണി രാമായണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ? പല രാമായണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എഴുതുവാനും പ്രചരിപ്പിക്കുവാനും പഠിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഏത് രാമായണത്തെയാണ് എടുക്കേണ്ടത്? വാൽമീകി രാമായണത്തെ എടുത്താൽ ശരിയായ രീതിയിലുള്ള
ഒരു ആധ്യാത്മിക ഉണർവ്, ശരിയായ രീതിയിലുള്ള അധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കും. അത് ഗുരുക്കന്മാരുടെ ഗൈഡൻസോടുകൂടി പഠിക്കണം. ഇപ്പോൾ ഒരാൾക്ക് സംസ്കൃതം അറിയാം എന്ന് കരുതി ഈ രാമായണം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാവും, പക്ഷേ അതിൻ്റെ കാമ്പ് പിടികിട്ടണമെന്നില്ല. അത് നമ്മൾ ശരിക്ക് പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കടക്കാം. സീതയെ ഉപേക്ഷിച്ചു എന്നൊരു കഥ ഇവിടെ പലരും പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ തന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ കൊണ്ടാണ് സീതയെ ഉപേക്ഷിച്ചത്, അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ചില ആൾക്കാർ പരാതി ഉന്നയിച്ചപ്പോൾ, സംശയിച്ചപ്പോൾ ശ്രീരാമൻ രാജാവല്ലേ ഉപേക്ഷിച്ചു. ഒരു വീട്ടിൽ പോലും അങ്ങനെ ചെയ്യുമോ? ഇപ്പോൾ ഇവിടെ ആൾക്കാരൊരു കല്യാണം കഴിച്ച ഒരാളുണ്ടെന്നിരിക്കട്ടെ, ഭർത്താവിനോട് 1-2 പേര് പറയുകയാണ് നിൻ്റെ ഭാര്യ എന്തൊക്കെ പ്രശ്നമുണ്ട്, ഉടനെ തന്നെ ഭർത്താവ് ഉപേക്ഷിക്കുമോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് ഇന്നൊരു ഭർത്താവ് ഉപേക്ഷിക്കുമോ? നിങ്ങളാ ഭർത്താവിനെ വെച്ചേക്കുമോ? തമാശ പറഞ്ഞതാണ്. അപ്പോൾ ശ്രീരാമനെ പോലുള്ള ഒരാൾ, ഉറച്ച ഇച്ഛാശക്തിയുള്ള ഒരാൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്നുള്ള കാര്യം. അതും ഗർഭിണിയായ സമയത്ത് ഒരാലോചിച്ച് നോക്ക്. ഗർഭിണിയാകണ സമയത്തല്ലേ ഒരാൾക്ക് കെയറിങ് ഒക്കെ വേണ്ടത്. ആ കെയറിങ് വേണ്ട സമയത്ത് ഏറ്റവും സ്നേഹമുള്ള, കരുണാമയനായിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും അഭയം കൊടുക്കുന്ന മാതൃകാ ഭർത്താവ്, മാതൃകാ സഹോദരനായിട്ടുള്ള, എല്ലാ രീതിയിലും മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ ആരുടെയെങ്കിലും വാക്ക് കേട്ട് അങ്ങനെ ഉപേക്ഷിക്കും? ഇല്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ധർമ്മബോധത്തിൽ നിലനിൽക്കുന്നതാണ് ശ്രീരാമൻ. ആരുടെയെങ്കിലും എന്തെങ്കിലും വാക്ക് കേട്ട് അങ്ങനെ തീരുമാനം മാറ്റുന്ന ഒരാളല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, രാവണനെ കൊന്നത് യുദ്ധം പോലും ശരിക്കും എന്തിനു വേണ്ടിയാണ്? സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു യുദ്ധം. അങ്ങനെയുള്ള ശ്രീരാമൻ അങ്ങനെ ചെയ്യുമോ? മാത്രമല്ല ശരണാഗത വത്സരനാണ് ശ്രീരാമൻ, എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നവൻ. അപ്പോൾ സീതയെ സംരക്ഷിക്കണ്ടേ? മാത്രമല്ല ഈ രാമരാജ്യത്ത്, ഇത് ഈ നമ്മുടെ 7-ാം കണ്ടത്തിലില്ലാത്ത കാര്യമാണത്. രാമരാജ്യത്ത് ഈ ലങ്കയിൽ നിന്നും തിരിച്ചു വന്ന അതിനുശേഷമുള്ള അയോധ്യയെക്കുറിച്ചാണ് പറയുന്നത്. രാമരാജ്യത്ത് ജനങ്ങളും ഭരണാധികാരികളും എല്ലാവരും സന്തുഷ്ടരായി സമാധാനത്തോടെ ശാന്തിയോടെ കഴിഞ്ഞിരുന്നു വർഷങ്ങളോളം എന്നാണ് പറയുന്നത്. സന്തുഷ്ടരും ഹർഷമോദഭരിതരും സമ്പുഷ്ടരും ധാർമ്മികരും നിരാമയരുമായിരുന്നു അയോധ്യയിലെ ജനങ്ങളെന്നാണ് പറയുന്നത്. നിരാമയത്വം എന്ന് വെച്ചാൽ ഒരു വിഷമങ്ങളോ ദുഃഖങ്ങളോ ആമയങ്ങൾ എന്ന് വെച്ചാൽ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ വൈകല്യങ്ങളില്ലാത്ത അവസ്ഥ, ബാലമരണങ്ങളില്ലാത്ത അവസ്ഥ, വിധവകളില്ലാത്ത അവസ്ഥ, ഭർത്താവ് നഷ്ടപ്പെടുന്ന ഒരു അങ്ങനെയുള്ള അവസ്ഥ പോലും ഇല്ലായിരുന്നു ആ നാട്. അതായത് ഭരണാധികാരി മാത്രമല്ല, ജനങ്ങളും അതുപോലെയായിരുന്നു, ധർമ്മിഷ്ഠരായിരുന്നു ആ നാട്ടിലുള്ള എല്ലാവരും. നല്ല സമാധാനവും ധാർമ്മിക ബോധവും ഉള്ളവരായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചാൾക്കാർ ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ സനാതന ധർമ്മം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്താൽ ആ പ്രകൃതിയിൽ പോലും, നേച്ചറിൽ പോലും അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. കുറേ ആൾക്കാരല്ല, കുറച്ചാൾക്കാർ തന്നെ ചെയ്താൽ തന്നെ അതിൻ്റെ മാറ്റമുണ്ടാവും. മാത്രമല്ല ഈ സനാതനധർമ്മം നമ്മുടെ വിജ്ഞാനങ്ങളെല്ലാം നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക കുലത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും കൂടെ ആയിരുന്നു നമ്മുടെ ഋഷിമാർ പഠിപ്പിച്ചിരുന്നു. അവർക്ക് ജാതിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നീടാണ് ഈ ജാതി ചിന്തയൊക്കെ വന്നത്. ഋഷിമാർക്ക് ഒരിക്കലും ജാതിയില്ല. നമ്മളതിനെക്കുറിച്ച് ശരിക്കും പഠിക്കുമ്പോൾ മനസ്സിലാവും, ജാതി എന്ന് പറയുന്നവരുടെ ചിന്തയിൽ പോലും ഒരിക്കലും വന്നിട്ടില്ല. സനാതനധർമ്മം പഠിക്കുവാൻ ഏതൊരാൾക്കും അവകാശമുണ്ടായിരുന്നു. ഇപ്പോൾ ബ്രാഹ്മണൻ എന്നൊക്കെ പറയുമല്ലോ, ശ്രീരാമൻ ബ്രാഹ്മണനാണോ? അല്ല. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനാണോ? അല്ല. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉത്തരരാമായണത്തിലൊക്കെ എഴുതിയിരിക്കുന്നത് സീത വിഷമിച്ചിരിക്കുന്നു, ലക്ഷ്മണൻ വിഷമിക്കുന്നു, അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ ദുരിതത്തിലാണെന്നാണ് ഉത്തരരാമായണം പറയുന്നത്. അപ്പോൾ നേരത്തെ നമ്മളെന്ത് പറഞ്ഞത്? അയോധ്യയിൽ നിന്ന് വന്നതിന് ശേഷം ധർമ്മ രീതിയിലുള്ള, ശാന്തി രീതിയിലുള്ള ആ ഒരു ഭരണമാണ് അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആർക്കാർക്ക് ദുഃഖം ഉണ്ടെന്ന്
ഈ കൂട്ടിച്ചേർക്കപ്പെട്ട ഗ്രന്ഥം പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല ഫലശ്രുതി എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഗ്രന്ഥം വന്ന് അതിൻ്റെ അവസാനത്താണ് ഫലശ്രുതി എന്ന് പറയും. ഇന്ന രീതിയിൽ ധർമ്മം ജയിച്ചുകൊണ്ട് ഇന്ന രീതിയിൽ വന്ന് കാര്യങ്ങൾ അവസാനിക്കുന്നു എന്നുള്ളൊരു പാഠം നൽകിക്കൊണ്ടാണ് ഫലശ്രുതി ആ ഗ്രന്ഥം തീരുന്നത്. ആ ഫലശ്രുതിക്ക് വിരുദ്ധമാണ് ഏത് ഈ ഉത്തരരാമായണത്തിലെ കാര്യങ്ങൾ. മാത്രമല്ല ആ സമയത്ത് ശ്രദ്ധിക്കണം, അന്ന് അയോധ്യയിൽ ഈ നമ്മുടെ യുദ്ധകാണ്ഡത്തിൽ പറയുന്നതാണ്, ആരും കുപ്രചരണങ്ങൾ ചെയ്തിട്ടില്ല, ദുഷ്പ്രചരണങ്ങൾ, അപവാദങ്ങൾ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നും യുദ്ധകാണ്ഡത്തിൽ പറയുന്നു. അപ്പോൾ സീതയെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ യുദ്ധകാണ്ഡം വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. മാത്രമല്ല ഈ അന്നത്തെ ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവില്ലാത്ത ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭർത്താവ് ഉള്ളവരായിരുന്നു. വിധവകളായി ആരും അവിടെ ഇല്ലായിരുന്നു. വൈധവ്യ ദുഃഖം വെച്ചാൽ ഈ ധവ എന്ന് വെച്ചാൽ ഭർത്താവ്. ഭർത്താവില്ലാത്ത ഒരു വിഷമം ഒരു സ്ത്രീയും അവിടെ അനുഭവിച്ചിരുന്നില്ല. ഇതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് രാജധർമ്മത്തെക്കുറിച്ചും സനാതന ധർമ്മത്തെക്കുറിച്ചും തൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ശരിയായ രീതിയിൽ ബോധ്യമുള്ള ഒരാളായിരുന്നു ശ്രീരാമൻ. മാത്രമല്ല ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ ആരോപണങ്ങൾ കേട്ട് തൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. മറ്റൊരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ലക്ഷ്മണനെക്കുറിച്ച് കുറച്ച് ആൾക്കാർ കുറച്ച് അപവാദം പറഞ്ഞെന്നിരിക്കട്ടെ. ലക്ഷ്മണൻ ചില സ്ത്രീകളുമായി ബന്ധമുണ്ട്, മോശം സ്വഭാവമാണെന്ന് കുറച്ച് ആൾക്കാർ പ്രചരിപ്പിച്ചു. ശ്രീരാമൻ്റെ ചെവിയിലെത്തി. അപ്പോൾ ഇവരെ സന്തോഷിപ്പിക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ലക്ഷ്മണനുമായിട്ടുള്ള ബന്ധം ശ്രീരാമൻ കട്ട് ചെയ്തു. ലക്ഷ്മണനോട് പറഞ്ഞ് പൊക്കോളാൻ. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും പറയുന്നു, കൗസല്യയെക്കുറിച്ചും മോശം കാര്യങ്ങൾ പറയുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അപവാദങ്ങൾ കേട്ട് തീരുമാനം എടുക്കണമെങ്കിൽ കൗസല്യം പുറത്താക്കണ്ടേ? അങ്ങനെയാണ്. സുഖമാണല്ലോ ഒരു രാജ്യത്തെ തകർക്കാൻ. ഒരു യുദ്ധം പോലും ഇല്ലാതെ ഒരു രാജ്യത്തെ തകർക്കാൻ സുഖമാണല്ലോ. ഒരു 10-50 പേര് ചേർന്ന് ഒരു 3-4 ജംഗ്ഷനിൽ നിന്നിട്ട് കുറച്ച് കുറ്റം പറയുകയാണ്. ഇത് രാജാവ് കേൾക്കുന്നു. ഉടനടി തീരുമാനം എടുക്കണമല്ലോ. അവരങ്ങനെ അപവാദം പറഞ്ഞു. ഉടനെ എന്ത് ചെയ്യുക? ലക്ഷ്മണനെ പറഞ്ഞു വിടുക. അങ്ങനെയാണെങ്കിൽ കൊട്ടാരത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഈ അപവാദങ്ങൾ കേട്ടുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളല്ല എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. പിന്നെ ശ്രീരാമനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെയാണ്. വാൽമീകി നാരദനോട് ചോദിക്കുന്നു, കൃതജ്ഞനായിട്ടുള്ള, ധർമ്മിഷ്ഠനായിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം നാരദൻ പറയുന്നു, ഉണ്ട്. ആരാണ്? ആ ഗുണങ്ങളെല്ലാം ചേർന്ന ഒരാളുണ്ട്. അയാളുടെ പേരാണത് ശ്രീരാമൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ ശ്ലോകങ്ങൾ തുടങ്ങുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂലരാമായണത്തിൽ 100ഓളം ശ്ലോകങ്ങൾക്ക് വിരുദ്ധമാണ് ഏത്? ഈ നേരത്തെ പറഞ്ഞ ഉത്തരരാമായണം. അതിൻ്റെ അടിസ്ഥാനം കാമ്പ് പറയുന്ന മൂലരാമായണത്തിൽ ഈ പ്രക്ഷുബ്ധങ്ങളെന്ന് പറയും. പ്രക്ഷുബ്ധം എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കലുകൾ. അതിന് വിരുദ്ധമാണ് മൂലരാമായണം. നമ്മൾ ശ്രീരാമനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം ഓരോ കാര്യത്തിലും കൃത്യമായ നിഷ്ഠ ഉള്ള ഒരാളായിരുന്നു എന്ന് വേണമെങ്കിലും കരുതാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാൽമീകി ഒരാളെ പുകഴ്ത്തുവാൻ വേണ്ടി അല്ലെ ശ്രീരാമനെ പുകഴ്ത്തുവാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥമാണെന്ന് കരുതുന്നുണ്ടോ ശ്രീരാമൻ? അല്ല. ഈ പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രാഞ്ചിയേട്ടൻ. അതിൽ മമ്മൂട്ടിയെ പുകഴ്ത്തുവാൻ അല്ലേ അവാർഡൊക്കെ ലഭിക്കുവാൻ വേണ്ടി ശ്രീരാമൻ ചെയ്യുന്നൊരു അതിനകത്തെ കഥാപാത്രം ഒരു എഴുത്തുകാരനുണ്ട്, ചരിത്രകാരൻ. അയാൾക്കൊണ്ട് പൈസ കൊടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സിനിമയിൽ? അതുപോലെ ഉള്ളൊരു ഗ്രന്ഥമായിട്ട് പോലും ചില ആൾക്കാർ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാൽമീകി രാമായണം എഴുതിയത് ശ്രീരാമൻ്റെ മഹത്വം ലോകത്തിനു മുമ്പിൽ കാണിച്ചത് എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? ഭാരതത്തിൻ്റെ മഹത്വം
ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ, സനാതനധർമ്മം അധിഷ്ഠിതമായി ജീവിതം നയിച്ച ഒരാളുടെ മാതൃക കാണിക്കാൻ, ധർമ്മ അധർമ്മ സംഘർഷങ്ങൾ വരുമ്പോൾ ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത് മുന്നേറുന്ന ഒരാളുടെ മാതൃക കാണിക്കാൻ, സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം കാണിക്കാൻ, സംസ്കൃതിയുടെ പ്രാധാന്യം കാണിക്കാനൊക്കെയാണ് ഈ ഗ്രന്ഥം എഴുതിയത്. അല്ലാതെ ഒരാളെ പുകഴ്ത്തുവാൻ വേണ്ടി മാത്രമല്ല. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രീരാമനെക്കുറിച്ച് പല ആൾക്കാരും അപവാദം പറയുമ്പോൾ ശത്രുക്കൾ പോലും ശ്രീരാമനെക്കുറിച്ച് വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം ഏതാണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ. ആരാണ് പറഞ്ഞത്? മാരീചൻ. ഏതാണ് പറഞ്ഞത്? മാരീചൻ. നിങ്ങൾക്കറിയാം ആരാണ്? താടകയുടെ പുത്രനാണ് മാരീചൻ. അതായത് മാരീചൻ്റെ അമ്മയെ ശ്രീരാമൻ കൊന്നു, താടകയെ ശ്രീരാമൻ കൊന്നു. മാരീചനിട്ടും നല്ല പെട കൊടുത്തിട്ടുണ്ട്. ഈ അടി കിട്ടി. മാത്രമല്ല തൻ്റെ അമ്മയെ കൊന്ന ഒരാളെക്കുറിച്ച്, നമ്മുടെ അമ്മയാ കണ്ട നമ്മുടെ ഒരു ബന്ധുവിനെ കൊന്ന ഒരാളെക്കുറിച്ച് നമ്മൾ നല്ലത് പറയുമോ? ഇല്ലല്ലോ. സ്വന്തം അമ്മയെ കൊന്ന ഒരാളാണ് ശ്രീരാമൻ. ആ ശ്രീരാമനെ കുറിച്ച് മാരീചൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നോക്കുക. രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യ പരാക്രമ രാജാ സർവസ്യ ലോകസ്യ ദേവനാമിവ വാസവ. ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവം, സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി പരാക്രമണം ചെയ്യുന്നൊരാൾ, ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ ഈ ലോകത്തിൻ്റെ നാഥൻ, വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരാളെന്നാണ് ആര്? മാരീചൻ പോലും പറഞ്ഞത്. അപ്പോൾ ശ്രീരാമൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവരല്ല, ശത്രുക്കൾ പോലും അങ്ങനെ പറയുന്നു. ശൂർപ്പണക പോലും അദ്ദേഹത്തിൻ്റെ മഹത്വം പറയുന്നുണ്ട്, കുംഭകർണം പറയുന്നുണ്ട്, ബാലിയുടെ ഭാര്യ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിച്ച് വരുമ്പോൾ ശ്രീരാമനെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ രോമങ്ങളൊക്കെ എണീറ്റി നിൽക്കും. നല്ല സ്നേഹവും അതോടൊപ്പം തന്നെ ശ്രീരാമനുള്ള ബഹുമാനവും ആദരവും നമുക്ക് കൂടിക്കൂടി വരും. ശ്രീരാമൻ ധർമ്മജ്ഞനായിരുന്നു, എന്ന് വെച്ചാൽ ധർമ്മത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. കൃതജ്ഞത ഉള്ളവനായിരുന്നു. കൃതജ്ഞൻ എന്ന് വെച്ചാൽ നന്ദി ഉള്ളവൻ. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകം പറയേണ്ടതാണ്. ആരോടും നന്ദിയും കൂറും ഇല്ലാത്ത കുറേ ആൾക്കാർ വളർന്നു വരുന്നുണ്ട്. ഒരു ബന്ധത്തിലും ഒരു സ്നേഹബന്ധത്തിലും ആത്മാർത്ഥതയോ നന്ദിയോ ഇല്ലാത്ത ഒരു ചെറിയൊരു സമൂഹം വളർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് നന്ദി, നമ്മൾ ആ ഒരു നന്ദിയുടെ മൂർത്തിമത് ഭാവമായിരുന്നു ആര്? ശ്രീരാമൻ. അതോടൊപ്പം തന്നെ ധർമ്മഭീരുത്വം ഇല്ലാത്തൊരാളായിരുന്നു. ധർമ്മഭീരുത്വം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? യഥാർത്ഥ സനാതന ധർമ്മത്തിന് വേണ്ടി നമ്മൾ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷേ നാട്ടുകാർ അല്ലെ വീട്ടുകാരെ തന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് കരുതി സത്യം പറയാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല പുള്ള ചമയുവാൻ വേണ്ടി, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് പറയും എന്ന് കരുതി യഥാർത്ഥ സത്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ആൾക്കാരാണ് ധർമ്മഭീരുത്വമുള്ള ആൾ. അപ്പോൾ ശ്രീരാമൻ അങ്ങനെയുള്ള ഒരാളല്ല, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. മാത്രമല്ല ദൃഢവൃതനായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? തൻ്റെ മൂല്യനിഷ്ഠ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾ. ഈ ലോകം മുഴുവൻ എതിർത്താലും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും പരീക്ഷണങ്ങളും വന്നാലും അതിൽ ഉറച്ചു നിൽക്കുന്ന ആളായിരുന്നു ആര്? ശ്രീരാമൻ. പിന്നെ പലവിധ ഗുണങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ഒരാളാണ്. ഗുണവാൻ. തൻ്റെ ഗുണങ്ങൾ, ശക്തികൾ, കഴിവുകൾ അത് ഒരു ലെവലിൽ നിൽക്കുക മാത്രമല്ല, ദിവസവും അത് കൂട്ടുവാൻ വേണ്ടി തൻ്റെ ഗുണങ്ങൾ, ശക്തികൾ, കഴിവുകൾ വികസിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം പല കർമ്മങ്ങളും ചെയ്ത ഒരാളാണ് ശ്രീരാമൻ. ശുചിത്വം, വൃത്തി അത് പറയുമ്പോൾ എന്തിനാ പറയുന്നു എന്ന് തോന്നും. കാരണം പണ്ടത്തെ ചില മതങ്ങളുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ വൃത്തിക്ക് പോലും പ്രാധാന്യം കൊടുക്കാത്ത ചില ആശയങ്ങളൊക്കെ ലോകത്ത് പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണിത് പറഞ്ഞത്. മാത്രമല്ല വിദ്വാനായിരുന്നു. അദ്ദേഹം ഇടപെടുന്ന മേഖലയിൽ അതിൻ്റെ ആ പലവിധ ജ്ഞാനമുണ്ടായിരുന്നു. ആ അറിവിൻ്റെ, അദ്ദേഹം ഇടപെടുന്ന മേഖലയുടെ അറിവിൻ്റെ മറുകര കണ്ട ഒരാളായിരുന്നു ശ്രീരാമൻ. മാത്രമല്ല സർവഭൂതഹിതനായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ് മനുഷ്യരുടെ വിഷമങ്ങൾ, സങ്കടങ്ങൾ മാത്രം പരിഗണിക്കുന്ന
ഒരാൾ മാത്രമല്ല, അത് പരിഹരിക്കുന്ന ആൾ മാത്രമല്ല, പ്രകൃതിയുടെ, സസ്യങ്ങളുടെ, ജീവജാലങ്ങളുടെ, പരിസ്ഥിതിയെ പോലും സംരക്ഷിക്കുവാൻ വേണ്ടി ചുമതലയുള്ള, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ കൂടെയായിരുന്നു ശ്രീരാമൻ. കർമ്മ സാമർഥ്യമുള്ള കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. ചില കാര്യങ്ങൾ തീരുമാനിച്ചാൽ അത് കൃത്യമായി നടപ്പാക്കും. നമ്മളാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചു, രാവിലെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണം, ഒരു മഴ പെയ്തു, അല്ലെങ്കിൽ പറ്റി ഭയങ്കര മടി എന്നൊക്കെ പറഞ്ഞ് പലതും മാറ്റി വെക്കുമല്ലോ. മാറ്റി വെക്കുക, നീട്ടി വെക്കുക എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ടല്ലോ. ശ്രീരാമൻ അങ്ങനെയില്ല. നമ്മുടെ ധർമ്മത്തിന് വേണ്ടി, നാടിന് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കും. അതാണ് കർമ്മയോഗി. പ്രിയദർശനനായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാവർക്കും സമീപിക്കാൻ പറ്റുന്ന സോഷ്യൽ ക്വാളിറ്റി ഉള്ള ഒരാളായിരുന്നു. എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആശ്വാസവും സമാധാനം കിട്ടും. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാനും ഇടപെടുവാനുമുള്ളൊരു ഗുണമുണ്ട്. ചില ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ, വ്യക്തിപരമായി നല്ല സവിശേഷതകൾ, ഗുണങ്ങളുള്ള ആൾക്കാരായിരിക്കും ചില ആൾക്കാർ. പക്ഷെ ഒരാളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അപ്പോൾ കുഴപ്പമാണ്, പ്രശ്നം ഉണ്ടാവും. വ്യക്തിപരമായ ആൾ ശുദ്ധനാണ്, ഒരു പരിപാടിയിൽ അടുപ്പിക്കാൻ പറ്റില്ല. സംസാരിച്ചാൽ വാ തുറന്നാൽ പ്രശ്നമാണ്. അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ. പക്ഷെ പാവമായിരിക്കാം, പഞ്ചപാവമായിരിക്കും. ഇതാണ് സോഷ്യൽ ക്വാളിറ്റി. സാമൂഹികപരമായ ചില ഗുണങ്ങൾ അദ്ദേഹത്തിനില്ല. ശ്രീരാമൻ അങ്ങനെ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരാളായിരുന്നു. ആത്മാവാനായിരുന്നു. ആത്മാവാൻ എന്ന് വെച്ചാൽ എന്താണ്? സാധന ചെയ്ത് ഈശ്വരൻ്റെ ജ്ഞാനം, ഉയർന്ന ദർശനം, ഉയർന്ന ഈശ്വരൻ്റെതായ അനുഭൂതി അനുഭവിച്ച ഒരാളായിരുന്നു. സാധകനായിരുന്നു. ജിതക്രോധനായിരുന്നു അദ്ദേഹം. എന്ന് വെച്ചാൽ അതിന് പക, വിദ്വേഷം, അതോടൊപ്പം വെറുപ്പ്, ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കാത്ത ഒരാളാണ്. കാരണം ഈ പക, വിദ്വേഷം ഒക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് ഇരിക്കുന്നിടം നാറുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ മോശമാവും. അപ്പം പക, വിദ്വേഷം അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ദർശനപ്രകാരം എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് തന്നെ കിട്ടും. അത് നമ്മുടെ പിന്നീട് സനാതനധർമ്മത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. യത് ഭാവം തത് ഭവതി. നമ്മുടെ ഭാവം എന്താണോ ആ ഭാവത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ കടം, ദാരിദ്ര്യം, ദുരിതം അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ കാണും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ കഷ്ടപ്പെടുന്നുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. കഷ്ടപ്പാടും ദുരിതവും കൂടി വരികയാണ്. എന്താണ് കാരണം? ഈ പാവപ്പെട്ട കുടുംബത്തിലെ അവർ ചിന്തിക്കുന്നത് 3-4 പേര് ഉണ്ടെങ്കിൽ ആ 4 പേരും ചിന്തിക്കുന്നത് എന്താണ്? കഷ്ടപ്പാട്, ദുരിതം, വിഷമം, ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ എന്തു വരും? അവർക്ക് അത് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതൊരു ലോ ആണ്. ലോ അതാണ് സനാതനധർമ്മം നമ്മൾ പഠിക്കുമ്പോൾ ഈ ലോയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉടൻ തന്നെ ക്ലാസ്സിൽ വരുന്നിട്ട് കടിച്ചാപ്പൊട്ടർത്തൊരു ശ്ലോകം പറയുക, അതിൻ്റെ അർത്ഥം വിശദീകരിക്കുക, പ്രയോജനമില്ലാത്ത ശ്ലോകങ്ങൾ പറഞ്ഞ് അർത്ഥം വിശദീകരിക്കേണ്ട സമയമല്ല ഇപ്പോൾ. പ്രയോജനമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യത് ഭാവം തത് ഭവതി. നമ്മുടെ ഭാവം ഏതാണ് അതനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മളെ ആകർഷിക്കും എന്നുള്ളതാണ് കർമ്മ നിയമം. അപ്പോൾ നമ്മളിത് പഠിച്ചാൽ, ഇതൊരു കുട്ടിക്കാലത്ത് തന്നെ ഒരാളെ പഠിപ്പിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചാൽ, നമുക്ക് സന്തോഷഭാവം, അല്ലെങ്കിൽ സംതൃപ്തി, വിജയം, ആരോഗ്യം ഒരു ഘടകമാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടെന്ന് നമ്മൾ ഭാവന ചെയ്യുക, അങ്ങനെ കൊണ്ടുവരണം. അഭിനയിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്തിട്ടാണെങ്കിൽ ഈ ഭാവം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുമ്പോൾ അത് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വന്നു തുടങ്ങും. അതാണ് നമ്മുടെ ഒരു നിയമം. അങ്ങനെ പല പല നിയമങ്ങളുണ്ട്. വിഷമം, സങ്കടം വന്നാലോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ചില ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും അവർക്ക് ചിലപ്പോൾ വിഷമോ സങ്കടം കൊണ്ടിരിക്കുകയായിരിക്കും. അവർ വിചാരിക്കുന്നത് പാവങ്ങളാണ്, എപ്പോഴും വിഷമമാണ്, സങ്കടമാണോ, ഇങ്ങനെ പറയുമ്പോൾ അത് വരും. പ്രാർത്ഥന പോലും, ഈശ്വരനോടുള്ള പ്രാർത്ഥന പോലും എൻ്റെ സങ്കടം, ദുരിതം മാറ്റണമെന്ന് അങ്ങനെ പ്രാർത്ഥിക്കാനേ പാടില്ല എന്നാണ് പറയുന്നത്.
നമ്മൾ എൻ്റെ സങ്കടം, എൻ്റെ ദുരിതം മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഒരു 100 വട്ടം പ്രാർത്ഥിച്ചെന്നിരിക്കട്ടെ, എൻ്റെ ദുഃഖം മാറ്റണമേ ഈശ്വര എന്ന് 100 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ചിന്തിച്ചു. അപ്പോൾ എന്താ 100 പ്രാവശ്യം എന്ത് വന്നു? ദുഃഖം വന്നു. അപ്പം 100 പ്രാവശ്യം ദുഃഖം വരുമ്പോൾ 100 ദുഃഖത്തിൻ്റെ മുദ്രകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ പതിയും. അപ്പോൾ ഏതനുസരിച്ചുള്ള ഫലം ഉണ്ടാവും? ദുഃഖം. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ്, ഈശ്വരൻ കേൾക്കും, അത് വേറെ കാര്യം. അപ്പം നമ്മൾ എന്ത് പറയണം? സമൃദ്ധി, സമ്പത്ത്, ഐശ്വര്യം, അനുഗ്രഹം ഉണ്ടാകാനെന്നുള്ള പോസിറ്റീവായ വേർഡ്സുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമ്മളിലേക്ക് വരും. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, പോസിറ്റീവായി നല്ല ചിന്തകൾ, നല്ല തോട്ട്സുകൾ, നല്ല ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കുക. അസൂയോ കുശുമ്പോ ഒന്നും ഉണ്ടാവരുത്. പരസ്പരം കുറ്റം പറയാതിരിക്കുക. കാരണം ഒരാളുടെ കുറ്റം നമ്മൾ 2 പേർ നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ആ കുറ്റത്തിന് വിധേയമായി നമ്മൾ പറയുന്ന ആൾ പോലും കേൾക്കുന്നില്ല, നമ്മുടെ മനസ്സ് തന്നെ ദുഷിച്ചു പോകും. പരമാവധി പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ നമ്മൾ ചിന്തിക്കാൻ നോക്കുക. അസൂയ കുശുമ്പോ ഒന്നും പാടില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു ചെറിയ വീടാണെന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു നില വീടാണിരിക്കുന്നത്. നിങ്ങളുടെ ഓപ്പോസിറ്റ് ഒരാൾ 2 നില 3 നില വീട് വെക്കുന്നു. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ചെറിയ ബൈക്കാണ് ഉള്ളത്, അപ്പുറത്തെ വീട്ടിൽ ഒരു BMW കാറുണ്ട്. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നു, നല്ല ഇൻറ്റീരിയർ വർക്ക് നടക്കുന്നു, അയാൾ വലിയ കാറിന് പോകുന്നു, അയാളുടെ കുട്ടികൾക്ക് നല്ല അഡ്മിഷൻ കിട്ടുന്നു. അപ്പം നമുക്ക് ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സെന്തായിരിക്കണമെന്ന് നമ്മുടെ ദർശനം പറയുന്നത്, അയാൾ 2 നില വീട് വെച്ചില്ലേ, നമ്മൾ അയാളെ ബ്ലെസ് ചെയ്യണം, അയാൾക്ക് 3 നില വീടുണ്ടാവട്ടെ. അയാൾക്ക് BMW കാറല്ലേ ഉള്ളത്, അതിനേക്കാളും വലിയ കാർ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ. നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ ഈ പോസിറ്റീവ് വൈബ്രേഷൻ നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, മറ്റുള്ളവരെ ആത്മാർത്ഥമായി ബ്ലെസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും ഇല്ല എന്നുള്ളതായിരിക്കും മറുപടി. നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ഫാമിലി, അച്ഛനമ്മ എന്ന രീതിയിലൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ മറ്റുള്ളവർക്ക് നന്മയും അനുഗ്രഹങ്ങളും വിജയങ്ങളും ഉണ്ടാകാൻ വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ബ്ലെസ് ചെയ്യണം. ആ ബ്ലെസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ അനുഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ നമ്മളെന്താണ്, ഒരാളുടെ വളർച്ച കാണുമ്പോൾ നമ്മൾ ശരിയാണ്, ഞാൻ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ, ശരിയാണ്, അവർക്ക് നശിയാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല, ശരിയാണ്. പക്ഷെ നമ്മുടെ ചോദ്യം ഇതാണ്, അവർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യണം. അതാണ് ഒരു യഥാർത്ഥ സനാതനി ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊരു ബ്ലെസ്സിങ് പവർ, നമ്മളെ അനുഗ്രഹ ശക്തി പോലും ഒരാൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പിന്നെ ശ്രീരാമനെ കുറിച്ച് പറയുമ്പോൾ വിശ്വസ്തനായിരുന്നു, ആരെയും ചതിക്കാത്ത, തൻ്റെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും ചേർത്ത് പിടിക്കുന്ന, എന്ത് രഹസ്യവും പറയുവാൻ പറ്റുന്ന ഒരാൾ വിശ്വസ്തനായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ രൗദ്രഭാവം ഉള്ളൊരാളാണ്. നമ്മൾ ശ്രീരാമനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ എന്താണ്? ശാന്ത സ്വഭാവമുള്ളൊരാൾ, കാം ആൻഡ് ക്വയറ്റ് ഒരാൾ, ശരിയാണ്. പക്ഷേ അധർമ്മം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ ഭാവം, രൗദ്രഭാവം വരും. അത് നമ്മുടെ ഋഷി പരമ്പരകളെയും അവതാരങ്ങളെല്ലാം നോക്കുമ്പോൾ ശരിയാണ്. ശ്രീകൃഷ്ണനെ നോക്കിയാൽ കുട്ടികളുടെ ഒപ്പം കളിക്കും, ഗോക്കളുടെ ഒപ്പം കളിക്കും, വെണ്ണയൊക്കെ കട്ടി തിന്നും. ഈ വെണ്ണ കട്ട് തിന്നുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്, കൃഷ്ണന് തന്നെ വെച്ചിരിക്കുന്ന വെണ്ണയാണ് അദ്ദേഹം തന്നെ കട്ട് കഴിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. കള്ളകൃഷ്ണൻ എന്നൊക്കെ വിളിക്കും. ഏതെങ്കിലും മതത്തിൽ അവരുടെ ദൈവത്തെ അല്ലെ ഈശ്വരനെ അല്ലെ അവതാരത്തെ പ്രാർത്ഥിക്കുന്ന ഒരാളെ കള്ളനെന്ന് വിളിക്കുമോ? നമ്മളെന്ത് വിളിക്കും? സ്നേഹത്തോടെ കള്ളകൃഷ്ണ എന്ന് പോലും വിളിക്കും. മറ്റൊരു കാര്യം, ഏതെങ്കിലും മതത്തിൽ, ഏതെങ്കിലും മറ്റു വിശ്വാസങ്ങളിൽ ദൈവത്തെ അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുമോ? ഇല്ല. നമ്മളാണേത് ദൈവത്തെ അച്ഛൻ എന്നും അമ്മ എന്നും വിളിക്കുന്ന പാരമ്പര്യമുള്ളത് അല്ലേ. വൈക്കത്തപ്പൻ കേട്ടില്ല? വൈക്കത്തപ്പൻ, ചോറ്റാനിക്കര അമ്മ, കൊടുങ്ങല്ലൂരമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ എന്ന രീതിയിലുള്ള സങ്കല്പമാണ്. നമ്മൾ പല ആശയങ്ങളും വായിക്കുമ്പോൾ, ഇപ്പോൾ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കറിയാം, പല പല ആശയങ്ങളും പല ചിലരുടെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പാപിയാണെന്നാണ് പറയുന്നത്. നീ പാപി, അല്ലെങ്കിൽ നീ അടിമ,
ചില പാർട്ടിക്കാരാണെങ്കിൽ നിൻ്റെ വർഗശത്രു എന്ന് പറയും. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. അമൃതസ്യ പുത്ര എന്ന് വെച്ചാൽ എന്താണ്? അമൃത ചേച്ചിയുടെ പുത്രന്മാരെന്നാണോ? അമൃതത്വത്തിൻ്റെ കിടാങ്ങൾ. സനാതനധർമ്മം നൽകുന്ന ഉജ്ജ്വലമായ ദർശനമാണത്. അതുമാത്രമല്ല, നമ്മൾ ഒരാളോട് ആഹ്വാനം ചെയ്യുന്നത്, ഒരു മനുഷ്യനോട് നമ്മൾ പറയുന്നത് നീ ഒരു ഹിന്ദു ആകൂ ആണോ? അല്ല. നീ ഒരു ഇന്ന പാർട്ടിക്കാരനാകൂ, നീ ഒരു ഭാരതീയനാകൂ അല്ല. നമ്മുടെ മാനവിക ദർശനം ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ചില ആൾക്കാർ മാനവിക ദർശനത്തെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും പല കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. ലോകത്ത് ആദ്യമായി മാനവിക ദർശനം അവതരിപ്പിച്ചത് നമ്മളാണ്, ഭാരതീയരാണ്, സനാതനധർമ്മമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യനോട് പറയുന്നത്, അല്ലയോ ഇരുകാലിയായ മൃഗസ്വഭാവമുള്ളവനെ, നീ നല്ലൊരു മനുഷ്യനാകുമെന്നാണ് പറയുന്നത്. എന്താണ്? മനുർഭവ ജനയായ ദിവ്യം ജനം എന്ന് വെച്ചാൽ എന്താണ്? നീ ഇന്ന ഹിന്ദു ആകുമെന്നാണോ പറഞ്ഞത്? നീ നല്ലൊരു വിവിധ ഗുണങ്ങളോട് കൂടിയ, വിവിധ ശക്തികൾ, ഗുണങ്ങൾ ആർജിച്ച് നല്ലൊരു മനുഷ്യനായി തീരുമെന്നാണ് നമ്മുടെ ആഹ്വാനം. എവിടെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ? കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാര്യം, ഇതിൻ്റെ ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ വക്താവ്, അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ച് നമുക്ക് മാതൃകയായി നിന്ന ആളാണ് ആര്? ശ്രീരാമചന്ദ്രൻ. ശ്രീരാമൻ. ആ ശ്രീരാമൻ്റെ മഹത്വം ഇതുവരെയും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, വനത്തിലേക്ക് ഈ രൗദ്രഭാവത്തിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ, വനത്തിലേക്ക് പോകുമ്പോൾ സീത ചോദിക്കുന്നുണ്ട്, രാമ എന്തിനാണ് കാട്ടിലേക്കല്ലേ പോകുന്നത്? സന്യാസ രീതിയിലുള്ള ജീവിതമാണ്, ഈ അമ്പും വില്ലും ആവനാഴിക്ക് എന്തിനാണെന്ന് ചോദിക്കും. ശ്രീരാമൻ പറയും, ധർമ്മത്തിനെതിരെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സജ്ജനങ്ങൾക്കെതിരെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ശക്തമായി നേരിടാനാണ് ശ്രീരാമൻ പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ശ്രീരാമൻ്റെ മറ്റു ചില ഗുണങ്ങൾ കൂടെ പറയുന്നു. ഈ ദശരഥൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ശ്രീരാമനെ തീരുമാനിച്ചു. ആ സമയത്താണ് കാട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ദശരഥൻ പല റിപ്പോർട്ടുകളും പരിശോധിക്കുന്നുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗം അന്നും ഉണ്ടായിരുന്നു. രഹസ്യാന്വേഷണം ആരുടെ? ശ്രീരാമനെ കുറിച്ചുള്ള റിപ്പോർട്ട് എല്ലാവരും നല്ലതാണ് പറയുന്നത്, മികച്ച ആൾ. അതുപോലെ തന്നെ ദശരഥൻ്റെ മന്ത്രിസഭയിൽ വിശ്വസ്തരായ മന്ത്രിമാർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ, ജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ, എല്ലാവരും പറയുന്നത് ശ്രീരാമൻ്റെ മഹത്വം, ശ്രീരാമനെ രാജാവാക്കണം. അതാണ് വെറുതെ ദശരഥന് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി ചെയ്ത ഒരു കാര്യമല്ല. അത്രയും ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ തന്നെയായിരുന്നു ആര്? ശ്രീരാമൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഋഷിമാർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഋഷിമാർ ശ്രീരാമൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. ആര്? വസിഷ്ഠ മഹർഷി, വിശ്വാമിത്ര മഹർഷി, അഗസ്ത്യ മഹർഷി, ഭരദ്വാജ മഹർഷി, വാൽമീകി മഹർഷി, നാരദ മഹർഷി, ദേവന്മാരെല്ലാവരും ശ്രീരാമൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നു. ഇതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നു, നാരദ മഹർഷി അല്ലേ? ഇവിടെ ആർക്കെങ്കിലും കുട്ടികളുണ്ടാകുമ്പോൾ, പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നാരദൻ എന്ന് ആരെങ്കിലും പേരിടുമോ? ശ്രീകൃഷ്ണനെന്നും ശ്രീരാമനെന്നൊക്കെ പേരിടുമല്ലോ. വളരെ വലിയ വിഷമമാണ്. കാരണം എന്താ? നമ്മൾ വളരെ ദുഃഖത്തോടെ കാണുന്നൊരു കാര്യമാണ്. നാരദനെ എന്താണ്? കുശുമ്പ് പരത്തുന്ന, പരദൂഷണം പരത്തുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചു. ഏതാണെന്നറിയാമോ? ചില ഗ്രന്ഥങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, മഹാഭാരതത്തിലുള്ള, നേരത്തെ പറഞ്ഞില്ല ഞാൻ, മഹാഭാരതത്തിലും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, രാമായണത്തിലും ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, ആ ഗ്രന്ഥദോഷം എന്ന് പറഞ്ഞല്ലോ, ഗ്രന്ഥത്തെ അപ്പാടെ നമ്മൾ പൂർണ്ണമായി 100% അതിനകത്ത് ശരിയാണെന്ന രീതിയിൽ വിശ്വസിക്കരുത്. നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് വേണം അത് നമ്മൾ പഠിക്കുവാൻ. അതിന് ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ നേരത്ത് ഡ്രൈവിംഗ് സ്കൂളിൽ പോകും അല്ലേ, ഒരാശാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ നേരത്ത് കമ്പ്യൂട്ടറിൻ്റെ ഒരു വിദഗ്ധൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടന്മാർ, അവർ ക്യാമറയുടെ കാര്യങ്ങൾ പഠിക്കണം, അവരോട് ചോദിക്കണം. അപ്പോൾ നമുക്കറിയാമല്ലോ ഓരോ ആധികാരികമായ കാര്യങ്ങളും. ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നു, PSCയുടെ പല മേഖലയിൽ ഗവേഷണം ചെയ്ത ആൾക്കാരുടെ പുസ്തകം നോക്കിയിട്ടോ അവരുടെ ക്ലാസ്സുകളിൽ പോയിട്ടാണ് പലരും PSC പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം
ഒരു അറിവിനെ, ഒരു കാര്യത്തെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ആധികാരികമായ ആൾക്കാരിൽ നിന്ന് അത് പഠിക്കണമെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ സനാതനധർമ്മം പഠിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ വാൽമീകി രാമായണം പഠിക്കുവാൻ, നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ആരുടെ സഹായം നമ്മൾ തേടില്ല. ഒറ്റയ്ക്ക് പഠിക്കും. ഒറ്റയ്ക്ക് പഠിക്കാൻ ഋഷിയാണ് കുഴപ്പമില്ല, ഒറ്റയ്ക്ക് പഠിക്കാം. പക്ഷേ പല അർത്ഥങ്ങളും നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു സന്ദർഭത്തിൽ ഒരു വാക്കുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ അർത്ഥം അടുത്ത വേറൊരു സാഹചര്യത്തിൽ വേറെ അർത്ഥമായിരിക്കും. ഇതൊക്കെ ഗുരുക്കന്മാർക്ക് മാത്രമേ പറഞ്ഞു തരാൻ കഴിയൂ. അപ്പോൾ പല മേഖലയിലും അറിവുള്ളവരായിരിക്കാം നിങ്ങൾ, പല വിജ്ഞാനങ്ങളും പഠിച്ചിട്ടുള്ളവരായിരിക്കാം, പല ജീവിതാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ സനാതനധർമ്മം, വാൽമീകി രാമായണമൊക്കെ പഠിക്കുമ്പോൾ ആ മേഖലയിൽ അറിവുള്ള ആൾക്കാരിൽ നിന്ന് പഠിക്കണം. അതും ഋഷി പരമ്പരകൾ, ഗുരുപരമ്പരകളിൽ പെട്ടൊരാളായിരിക്കണം. ആർഷ ഗുരുപരമ്പരകളിൽ കണ്ണിയായിട്ടൊരാളോ അതിലെ ഒരു ഗുരുവോ ആ ഗുരു ചുമതലപ്പെടുത്തിയിരിക്കുന്ന അധ്യാപകരിൽ നിന്നുമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇല്ലെങ്കിൽ പല തെറ്റിദ്ധാരണകൾ നമുക്കുണ്ടാവും. ഒരുപാട് സമയവും ഊർജവും നമ്മൾ അതിന് ചെലവഴിച്ച് കുറച്ച് മാത്രം പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ വരും. അപ്പോൾ ഇവിടെ ആർഷവിദ്യാ സമാജം സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ നോട്ടീസ് തരാം. താല്പര്യമുള്ളവർ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ ആ വാട്സപ്പിൽ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. അത് മൊബൈലിലൂടെ ഹെഡ്ഫോൺ വെച്ചിട്ടോ വീട്ടിലെവിടെയെങ്കിലും വെച്ചിട്ടോ കേൾക്കാവുന്നതാണ്. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. ഇതുപോലുള്ള ഈ യഥാർത്ഥ ദർശനത്തെക്കുറിച്ച്, യഥാർത്ഥ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട, നിങ്ങൾ മഴയത്ത് നടക്കണ്ട, വെയിലത്ത് പോകണ്ട, തൊട്ടപ്പുറത്ത് മുറിയിലേക്ക് പോലും പോകണ്ട. എന്താണ്, മൊബൈൽ ഓൺ ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇനി കേട്ടുകൊണ്ടിരിക്കുക. ഇനി വല്ല ജോലി എടുക്കുകയാണെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഒരു ജോലി എടുക്കുകയാണെങ്കിൽ ജോലി എടുത്തുകൊണ്ട് തന്നെ കേൾക്കാം. ഈ കാറിൽ പോവുകയാണെങ്കിൽ കാറിൽ അത് നമുക്ക് പ്ലേ ചെയ്യാം. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിന് ഒരു പരിഹാരമായിട്ട് പറയുകയാണ് സനാതനധർമ്മം. ഇതുപോലെ ഗ്രന്ഥങ്ങളുടെയൊക്കെ ശരിയായ പഠനം ആഗ്രഹമുള്ളവർക്ക് ഈ കുറച്ച് കഴിയുമ്പോൾ നോട്ടീസ് തരും. ആ നോട്ടീസിൽ കോണ്ടാക്റ്റ് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് ഒരാഴ്ച ക്ലാസ്സിൽ പങ്കെടുക്കുക. പ്രയോജനം ഇല്ലെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. നിശ്ചയമായും ഒരാഴ്ച നിങ്ങൾ പങ്കെടുത്താൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ മാറ്റം ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത് ആർഷവിദ്യാ സമാജം നൽകുന്ന ഉറപ്പോ, ആർഷവിദ്യാ സമാജത്തിൻ്റെ ഡയറക്ടർ ആചാര്യശ്രീ KR മനോജി മഹാരാജ് നൽകുന്ന ഉറപ്പോ, ആർഷവിദ്യാ സമാജത്തിലെ അധ്യാപകർ നൽകുന്ന ഉറപ്പോ അല്ല, സനാതനധർമ്മം നൽകുന്ന ഉറപ്പാണ്. സനാതനധർമ്മത്തിൻ്റെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് നമ്മളാരെങ്കിലും ഉണ്ടാക്കിയ കാര്യങ്ങളാണോ? അല്ല. പ്രത്യേകിച്ച് നമ്മൾ പ്രായം കൂടി വരുന്ന സമയത്ത് യഥാർത്ഥ സ്പിരിച്വാലിറ്റി, യഥാർത്ഥ ആധ്യാത്മികതയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. വളരെ വലിയ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന, വളരെ വലിയ ഈശ്വരീയ അനുഭവങ്ങൾ ഉണ്ടാകുന്ന നിരവധി ടെക്നിക്കുകളുണ്ട്. അത് ഞാൻ അവസാനം ഒരെണ്ണം പഠിപ്പിക്കാം. ആ ടെക്നിക്കുകളൊക്കെ പഠിക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് അതിൻ്റേതായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യുവാൻ വേണ്ടി 1, 2, 3 മിനിറ്റൊക്കെ മതി ചെയ്യുക. നമ്മൾ പറയുന്ന പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇപ്പോൾ ശ്രീരാമനെക്കുറിച്ചുള്ള കാര്യത്തിലേക്ക് വരുവാൻ, ശ്രീരാമനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് നിർത്താം. ഒന്ന്, അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ മാതൃകാ പുത്രനായിരുന്നു. അതോടൊപ്പം മാതൃകാ ശത്രുക്കളുടെ മാതൃകാ ശത്രുവായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ രാമരാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശി, അതിന് ഇൻസ്പിറേഷൻ കൊടുത്ത അദ്ദേഹമാണ്. ഭരതനാണ് തുടങ്ങിയതെങ്കിലും 14 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ രാമൻ വന്നിട്ട് ആ ഭരണം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മാതൃകാ സുഹൃത്തായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന, സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷകനായിരുന്നു. അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്തൊക്കെ അറിയാമല്ലോ, ചില സ്ത്രീകൾക്കെതിരെയുള്ള പല പല പരാക്രമണങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ചില ആൾക്കാരൊരു ഉദാസീന സമീപനമൊക്കെയാണ് എടുക്കുന്നത്. അന്നങ്ങനെയല്ല. സ്ത്രീകൾക്കെതിരെ അവരുടെ സമ്മതമില്ലാതെ ബലാത്കാരമോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ, ബലാത്കാരമൊക്കെ ആണെങ്കിൽ വധശിക്ഷയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. യാതൊരു ദാക്ഷിണ്യം അക്കാര്യത്തിൽ കാണിച്ചിരുന്നില്ല.
അപ്പോൾ നമ്മളത് ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അന്നത്തെ സ്ത്രീ സംരക്ഷണം, മഹാത്മാഗാന്ധി പോലും രാമരാജ്യം വരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, മഹാത്മാഗാന്ധി പോലും. അപ്പോൾ അതിനകത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ ശരിക്കും പിന്നെ ശംഭൂകൻ എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതി എന്ന് വിളിക്കപ്പെടുന്ന അതിനെ വധിച്ചു എന്ന് പറയുന്നു. ആ കഥയും എവിടെയുള്ളതാണ്? നേരത്തെ പറഞ്ഞ ഉത്തര രാമായണത്തിലുള്ള കഥയാണ്. ഒരിക്കലും ശ്രീരാമൻ അങ്ങനെ ചെയ്യില്ല. മാത്രമല്ല, ദശരഥനൊരു പണ്ടൊരു ശാപമുണ്ടായത് പോലും ഒരു ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ, ഒരു മുനിയെ അറിയാതെ കൊന്നു. അറിയാതെ, മനഃപൂർവ്വമല്ല, അറിയാതെ കൊന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശാപം വരെ ലഭിച്ചു, ദശരഥന്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു ശൂദ്രനെന്ന് വിളിക്കപ്പെടുന്ന ഒരാളെ ശ്രീരാമൻ കൊല്ലുമോ? ഒരിക്കലുമില്ല. അപ്പോൾ സാധന ചെയ്യുന്നവർക്ക്, തപസ്വികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ശ്രീരാമൻ തപസ് ചെയ്തു, ഒരു ശൂദ്രൻ തപസ് ചെയ്തു എന്ന കാരണത്താൽ അദ്ദേഹത്തിനെ വധിക്കുമെന്ന് പറയുന്നതിന് ശുദ്ധ അസംബന്ധമാണെന്ന് മനസ്സിലാക്കുക. വേറൊരു കാര്യം കൂടെ, ശ്രീരാമൻ ഇവിടെ ലങ്കയിൽ നിന്നും പുഷ്പക വിമാനത്തിൽ സീതയും കൊണ്ട് തിരിച്ചു വരുമ്പോൾ രാമേശ്വരം അവിടെ എത്തുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ട് സീതയോട് പറയുന്നു, ഇതാണ്, ഇവിടെയാണ് പരമേശ്വര അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ തപസ് ചെയ്ത സ്ഥലം. അത് നിങ്ങൾക്കറിയാം അല്ലേ? ഇവിടെ പല ആൾക്കാർക്കും പോയിട്ടുണ്ടോ? എവിടെയാണ്? രാമേശ്വരം ക്ഷേത്രം, ശ്രീരാമൻ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ പല പേരുകളിൽ പരമേശ്വരനെ വിളിക്കുന്നു എങ്കിലും അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ശ്രീരാമൻ ഉപാസിച്ചിരുന്ന ആരെയാണ്? പരമേശ്വരനെയാണ്. എന്നാൽ വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ പരിശോധിക്കുമ്പോൾ പരമേശ്വര ഉപാസന ആണ് ഋഷിമാർ ചെയ്തിരുന്നത്. ശ്രീരാമൻ ഉപാസിച്ചിരുന്നത് ശ്രീ പരമേശ്വരനെയാണ്. ശ്രീകൃഷ്ണൻ ഉപാസിച്ചിരുന്നത് പരമേശ്വരനെയാണ്. ഏകമാത്ര സത്യസ്വരൂപനാണ് ശ്രീ പരമേശ്വരൻ. പല പേരുകളിൽ രാമൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? രാമൻ രമിപ്പിക്കുക, എന്ന് സന്തോഷിപ്പിക്കുന്ന ഒരാളാണ്. അത് പരമേശ്വരൻ്റെ പര്യായമാണ് രാമൻ. കൃഷ്ണൻ എന്ന് വെച്ചാൽ എന്താണ്? കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നിലേക്ക് ചേർക്കുന്ന ഒരാൾ, ഈശ്വരനിലേക്ക് ചേർക്കുന്ന ഒരാൾ. അതാരാണ്? ഈശ്വരൻ, പരമേശ്വരനാണ്. അപ്പോൾ ആ പരമേശ്വര മഹത്വം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പരമേശ്വരനെ നമ്മൾ ഉപാസിക്കുമ്പോൾ മറ്റ് ഈശ്വരന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കും. വിഷ്ണു, ബ്രഹ്മാവ്, മറ്റ് ഈശ്വരന്മാരെയും നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കും. അങ്ങനെ ഒരു ഈശ്വരനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നമുക്കങ്ങനെ ഇല്ല. പരമേശ്വരൻ ഉപാസിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഈശ്വരന്മാരെയും ഈശ്വര പ്രതീകങ്ങളെയും ഭഗവാന്മാരെയും നമ്മൾ വണങ്ങുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, സനാതനധർമ്മം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു പദം കൂടെയാണ് സനാതനധർമ്മം. നമ്മുടെ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശക്തിയായിട്ടുള്ള പേരാണിത്, സനാതനധർമ്മം. സനാതനധർമ്മം നശിച്ചു പോകട്ടെ, അത് വൈറസാണ്, ജാതിയാണെന്നൊക്കെ പല ആൾക്കാർ പറയും. ഒരിക്കലും അഥവാ യാതൊരു ബന്ധവുമില്ല. സനാതനധർമ്മം ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും നൽകുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മുടെ അമ്മമാരും ചേച്ചിമാരൊക്കെ ഇവിടെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു ചൊല്ലി. അതിൽ ഇന്ത്യ സമസ്ത സുഖിനോ ഭവന്തു എന്നാണോ? ഇന്ത്യക്ക് നല്ലത് വരട്ടെ. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ നമുക്ക് ഇന്ത്യക്ക് സമാധാനം കിട്ടട്ടെ എന്നുണ്ടോ? ഇല്ല. നമ്മളെവിടെയാണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകമേ തറവാട്, വസുദൈവ കുടുംബകം. എല്ലാ ലോകത്തിന് മുഴുവൻ സമാധാന സ്വസ്ഥത വരണമെന്നാണ് ഒരു ഹിന്ദു ആഗ്രഹിക്കുന്നത്, പഠിച്ചാലില്ലെങ്കിലും. ആ നമ്മളെ എന്താണ് സങ്കുചിത ചിന്താഗതിക്കാരാക്കി ചിലർ ചിത്രീകരിക്കും. നമ്മൾ എന്താണ്, ചില ആൾക്കാർ പറയും വർഗീയവാദിയാണെന്ന് പറയും, സങ്കുചിത ചിന്താഗതി ഉള്ള ആളാണെന്ന് പറയും. എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയും. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ പല പാർട്ടികളിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ടാവും. ഹിന്ദുക്കളായിട്ടുള്ള പല പാർട്ടികളിൽപ്പെട്ട ആൾക്കാർ, ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർ പല സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മതേതരത്വം അല്ലെങ്കിൽ എല്ലാ മതങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കുവാനും ഒരു ഹിന്ദുവിനെ ആരെങ്കിലും സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടുണ്ടോ? എല്ലാവരും ബഹുമാനിക്കണമെന്ന് നമ്മളാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ജനിച്ചപ്പം മുതൽ എന്താണ്, നമ്മൾ അങ്ങനെയാണ്. എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ കൂടെ പോയി നമ്മുടെ രമണി ചേച്ചി പോയെന്ന് വിചാരിക്കും, 1 രൂപയുണ്ട്, ചിലപ്പോൾ നേർച്ചിട്ടിട്ട് പോരും. നമ്മളാരെങ്കിലും അത് നശിച്ചു പോട്ടെ, മോശമാണെന്ന് നമ്മളാരെങ്കിലും പറയുമോ? ഇല്ല. ആ മതേതര ചിന്താഗതി, എല്ലാവരും സ്നേഹിക്കാനുള്ള ചിന്താഗതി,
ആദരിക്കുവാനുള്ള ചിന്താഗതി, ഇതെല്ലാം ഒരു ഹിന്ദുവിനുണ്ട്. പക്ഷേ ഇതൊക്കെ കൂടിപ്പോയി എന്ത് പറ്റി? ഇപ്പം നമ്മളിപ്പോൾ ഡിഫൻസ് മൂഡിലാണ്. നമ്മുടെ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനൊക്കെ ചെല്ലുമ്പോഴാണത് ആർക്കും താല്പര്യമില്ല, തടസ്സം, പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി അടുത്ത തലമുറ നമ്മളോട് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട സനാതനധർമ്മത്തിൻ്റെ ശരിയായ ആശയം നമ്മൾ എത്തിക്കണം. അവർക്ക് ഏറ്റവും നല്ല അക്കാദമിക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം മൂല്യങ്ങൾ, അതാണ് ശ്രീരാമൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്, ചില ജീവിത മൂല്യങ്ങൾ കൂടെ അവർക്ക് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതം പുരോഗതിയിലേക്ക് എത്തൂ. സമ്പത്ത്, പൈസ ഒക്കെ ഏറ്റവും, വിദ്യാഭ്യാസമൊക്കെ ഏറ്റവും ദൈവത്തെ പോലെ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പക്ഷെ അതുമാത്രം പോരാ. ഇപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം നാളത്തെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും എവിടേക്ക് ഒരു മിസ്സിങ് നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് അറിയാം. അവിടെയാണ് സനാതനധർമ്മം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഓരോ ദിവസവും കൂടി വരും. കാരണം സനാതനധർമ്മം നമ്മൾക്ക് നൽകിയത് ശ്രീ പരമേശ്വരനാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷിമാർക്ക് ഹിമാലയത്തിൻ്റെ ആ ഭാഗങ്ങളിൽ ശ്രീ പരമേശ്വരൻ, രൂപമില്ലാത്ത ഈശ്വരൻ നമ്മുടെ ഋഷിമാരുടെ മുമ്പിൽ വന്നു. അതാണ് ഇന്ന് കാണുന്ന, ഇവിടെ നമ്മുടെ ചിത്രത്തിലൊക്കെ വരച്ചു വച്ചിരിക്കുന്ന പടമുണ്ടല്ലോ, അത് ഈശ്വരന് രൂപമില്ല. പക്ഷെ ഋഷിമാരുടെ മുമ്പിൽ ആദിമ മനുഷ്യൻ്റെ രൂപത്തിൽ പരമേശ്വരൻ വന്നു. എന്നിട്ട് ഋഷിമാർക്ക് എന്ത് നൽകി? അവരുടെ അനുഗ്രഹം നൽകി, സനാതനധർമ്മം നൽകിക്കൊണ്ട് പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? കൃണ്വന്തോ വിശ്വമാര്യം, ഈ വിശ്വത്തെ, ഈ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കുക, ദുഃഖങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുവാൻ ഈ സനാതനധർമ്മം കൊണ്ട് സാധിക്കും. ഋഷിമാരെന്ത് ചെയ്തു? പഠിച്ചു, മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമിച്ചു. പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നീട് നമ്മുടെ ഭാരതത്തെ പല വിദേശ ശക്തികളൊക്കെ ആക്രമിച്ചു. 1-2 വർഷമല്ല, എത്രയാണ്, 2000 വർഷത്തോളം നമ്മൾ പല ആക്രമണം, അടിമ രീതിയിലൊക്കെ ആയിരുന്നു. ഇതൊന്നും പ്രചരിപ്പിക്കുവാനോ എത്തിക്കുവാനോ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ സനാതനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി പല ആൾക്കാർ പല സമയത്തൊക്കെ ഉണ്ടാവും. അതിലേറ്റവും ഒരു ആധുനിക കാലത്തുള്ള പ്രസ്ഥാനമാണ് ആർഷവിദ്യാ സമാജം. അതിലെ ആചാര്യ ശ്രീ KR മനോജ്, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ശ്രീ ശങ്കര ഗുരുദേവ്ജി. ആ ശങ്കര ഗുരുദേവ്ജിയുടെ നിർദ്ദേശാനുസരമാണ് ആർഷവിദ്യാ സമാജം ഡയറക്ടർ ആചാര്യ ശ്രീ KR മനോജ് ആർഷവിദ്യാ സമാജം തുടങ്ങിയതും സനാതനധർമ്മം ലോകത്തിലെല്ലായിടത്തും എത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചതും. ഇപ്പോൾ സനാതനധർമ്മത്തോടുള്ള കടമ നമ്മൾ 5 കാര്യങ്ങളാണ്, പഞ്ചകർത്തവ്യങ്ങളെന്ന് പറയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ശ്രീരാമനോടുള്ള കടമ, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ നമ്മൾ പുഷ്പമായി സമർപ്പിക്കേണ്ടത് സനാതനധർമ്മത്തുള്ള 5 കടമയാണ് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അധ്യയനം, അനുഷ്ഠാനം, പ്രചാരണം, അധ്യാപനം, സംരക്ഷണം. ഒന്ന് അധ്യയനം, അത് പഠിക്കുക, സിമ്പിളാണ്. അത് സിമ്പിൾ മലയാളത്തിലാണ്. ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത് അനുഷ്ഠാനം, അത് നമ്മളാൽ കഴിയാവുന്നതിന് അനുഷ്ഠിക്കുക. 3 പ്രചാരണം, ജനങ്ങളിലേക്ക് എത്തിക്കുക. 4 അധ്യാപനം, ഇത് പഠിപ്പിക്കാൻ കഴിവുണ്ടാകുമ്പോൾ പഠിപ്പിക്കുക. 5 സംരക്ഷണം, ഇത് വെല്ലുവിളികൾ, തടസ്സങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഈ ധർമ്മ സംരക്ഷണമാണ്, പഞ്ചകർത്തവ്യങ്ങളാണ് നമ്മൾ ഈ ആധുനിക കാലത്ത് ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇന്ന് ശ്രീരാമൻ വന്നു എന്ന് വിചാരിക്കട്ടെ, ഉടനെ ഹെലികോപ്റ്റർ എടുത്ത് ലങ്കയിലേക്ക് പോവുമോ? ലങ്കയിൽ പോയാൽ അവിടെ ആരെങ്കിലും ഉണ്ടോ? അപ്പം ഇന്ന് ശ്രീരാമൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇന്നത്തെ സനാതനധർമ്മത്തിനെതിരെയുള്ള ശത്രുക്കൾ പല രീതികളിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആർഷവിദ്യാ സമാജിൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കിയാൽ അറിയാം. അതിനെ നേരിടുവാൻ വേണ്ടി സുദർശനം എന്ന് പറയുന്നൊരു കോഴ്സ് കൂടെ ആർഷവിദ്യാ സമാജം സംഘടിപ്പിക്കുന്നുണ്ട്. സുദർശനം, ഈ ദുഷ്ടശക്തികളെ ഈ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ, ദുഷ്ടശക്തികളെ, ദുഷ്ട ആശയങ്ങൾ, ഏറ്റവും വലിയ പ്രശ്നമാണ് വ്യക്തിയെ, രാജ്യത്തെ, ലോകത്തെ നശിപ്പിക്കുന്ന ചില ആശയങ്ങൾ. ആറ്റം ബോംബിനേക്കാൾ അപകടകരമാണ് ചില ആശയങ്ങൾ. ആശയങ്ങൾ എന്താണെന്ന് നമ്മുടെ ജനങ്ങളെ
ബോധ്യപ്പെടുത്തി അതിന് പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ ഇനി നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം ശരിയാകുകയുള്ളൂ. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് സുദർശനം എന്ന് പറയുന്ന കോഴ്സ്. അടുത്തൊരു കോഴ്സാണ് മൃത്യുഞ്ജയം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയൊരു കോഴ്സുണ്ട്. കാരണം ഇപ്പോൾ പ്രായം 20 വയസ്സിന് താഴെ 30 വയസ്സിന് താഴെ തന്നെ പല ആൾക്കാർക്കും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഋഷിമാർ കണ്ടെത്തിയ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പല വിജ്ഞാനങ്ങളുള്ളത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. തികച്ചും സൗജന്യമായി മൃത്യുഞ്ജയം എന്ന് പറയുന്ന കോഴ്സിലൂടെ ആർഷവിദ്യാ സമാജം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. പല വിജ്ഞാനങ്ങളുണ്ട്. വ്യായാമിക വിജ്ഞാൻ, യോഗവിദ്യ, അങ്ങനെ പല പല വിജ്ഞാനങ്ങളുമുണ്ട്. അതും ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ കിട്ടും. എല്ലാം സൗജന്യമാണ്. 1 രൂപ പോലും നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. ആ നോട്ടീസ് നിങ്ങൾ വെക്കുക, അതിൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് അയക്കുക, വിളിക്കുക. ഇവിടെ പരിപാടിയിലുണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് മാത്രം മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ വാട്സപ്പോ ചെയ്യുക. നിങ്ങളുടെ ആ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഒരു 1-2 ആഴ്ച നിങ്ങൾ നോക്കുക. പ്രയോജനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്നും ലെഫ്റ്റ് ആകാവുന്നതാണ്. സനാതനധർമ്മത്തിൻ്റെ പ്രയോജനങ്ങളോടെ പറഞ്ഞിട്ട് നിർത്താം. സനാതനം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുമ്പോൾ സ്വാസ്ഥ്യം, പൂർണ്ണ ആരോഗ്യം നമുക്ക് ലഭിക്കുന്നു. സമ്പൂർണ്ണ ജീവിത വിജയം, ജീവിതത്തിൻ്റെ പുരോഗതി നമുക്ക് ലഭിക്കുന്നു. പൂർണ്ണ വ്യക്തിത്വ വികസനം, വ്യക്തി ആരാണ്? ശരീരം, മനസ്സ്, ബുദ്ധി, ആത്മാവ്. ഈ 4 കാര്യങ്ങൾ കൂടിച്ചേരലാണ് ഒരു വ്യക്തി. ഈ 4 കാര്യങ്ങളുടെ പുരോഗതി നമുക്ക് ക്ലാസ്സിലൂടെ ലഭിക്കുന്നു. ശ്രേഷ്ഠ സമാജ നിർമ്മാണം, നമ്മുടെ കുടുംബത്തെ മാത്രം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ല, സമൂഹത്തെ കൂടെ സംരക്ഷിച്ച് അവിടെ നിന്നുള്ള മോശം കാര്യങ്ങളുടെ മാറ്റുവാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളുടെയും സമൂല പരിഹാരം, പലർക്കും പല പ്രോബ്ലംസ് ഉണ്ടാകും, അതിന് മൂല കാരണം കണ്ടെത്തി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെ വിജ്ഞാനങ്ങൾ, പ്രശ്നപരിഹാരം, പുരോഗതി, അറിവുകൾ, എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടുന്നതാണ് സനാതനധർമ്മത്തിൻ്റെ പഠനം. അപ്പോൾ അതിലേക്ക് വരിക. സനാതനധർമ്മത്തിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ കൂടെ പറഞ്ഞിട്ട് നിർത്തുന്നു. സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ പല ആൾക്കാരും സനാതനധർമ്മ പഠനശാല എന്ന് ബോർഡ് വെച്ചിട്ട് അകത്ത് പഠിപ്പിക്കുന്ന പല ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഇവിടെ പ്രഭാഷണം പോലും ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. സനാതനധർമ്മത്തെക്കുറിച്ച് കൂടെ പഠിപ്പിക്കണം. ഭഗവത്ഗീതയെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുവാൻ മറന്നു പോകുന്നു. ഇപ്പോൾ മഹാഭാരതം ഒരാൾ പഠിച്ചെന്നിരിക്കട്ടെ, എൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? സനാതനധർമ്മം കുട്ടിക്കാലത്ത് പഠിച്ചവരാണ് അർജുനനും ശ്രീകൃഷ്ണനും. അവരുടെ സംഭാഷണങ്ങളിലൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഏതോ ധർമ്മസ്തോ ചെയ്യാന്നൊക്കെ പല സാഹചര്യത്തിൽ പറയുന്നുണ്ട്. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ അവതരിക്കുന്നതൊക്കെ കൃഷ്ണൻ പറയുന്നുണ്ട്. ധർമ്മത്തിന് വേണ്ടി പോരാടുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം എന്താണെന്ന് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? മഹാഭാരതത്തിൽ ഇല്ല. രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. അതെവിടെ നിന്ന് പഠിക്കണം? ഋഷിമാരിൽ നിന്നും ആർഷ ഗുരുപരമ്പരകളിൽ നിന്നും നമ്മൾ നേരിട്ട് പഠിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാൻ പറ്റില്ല. കാരണം അതിന് പരിമിതിയുണ്ട്. നേരത്തെ പറഞ്ഞ ഗ്രന്ഥത്തിൻ്റെ ചില പരിമിതി. അപ്പോൾ ആ ഒരു സനാതനധർമ്മത്തെക്കുറിച്ചുള്ള പഠനം കൂടെ പഠിക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വരും എന്നുള്ള ഉറപ്പാണ്. ഒരു ടെക്നിക്ക് കൂടെ പഠിപ്പിച്ചിട്ട് നിർത്താം. നന്ദി സാധന എന്ന് പറയുന്നൊരു സനാതനധർമ്മത്തിലൊരു പരിശീലനമാണ് നന്ദി സാധന. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഇവരെ നന്ദിയോടുകൂടി ഓർക്കണം. അപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുമ്പോൾ കൃതജ്ഞത, നന്ദി നമ്മുടെ മനസ്സിൽ നിറയും. അങ്ങനെ നിറയുമ്പോൾ എന്താണ്? നമുക്ക് നന്ദി പറയേണ്ട സാഹചര്യങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴാണ് നന്ദി പറയുന്നത്? നമ്മളെയും ചില ആൾക്കാരെ സഹായിക്കാൻ വരും. ഇപ്പോൾ 2-3 മിനിറ്റ് മതി ഈ ടെക്നിക്ക് ചെയ്യാൻ. രാവിലെ വൈകിട്ടോ കുളിച്ചിട്ടോ കുളിക്കാതെയോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഒന്നാമത്തത് ഈശ്വരൻ, ഋഷിപരമ്പരകൾ, സനാതനധർമ്മം, ഇവയോട് നമ്മൾ നന്ദി പറയുക. രണ്ടാമത്തേത് മഹത് വ്യക്തികൾ, ശാസ്ത്രജ്ഞന്മാർ, കണ്ടുപിടുത്തം നടത്തിയവർ, വലിയ വലിയ ഡോക്ടേഴ്സ്, പല മേഖലയിൽ കണ്ടുപിടുത്തം നടത്തിയ ആൾക്കാരൊക്കെ ഇല്ലേ? ഇപ്പോൾ ലൈറ്റ്, ഈ മൈക്ക്, നമ്മുടെ കയ്യിരിക്കുന്ന ഫോൺ, നമ്മളിട്ടിരിക്കുന്ന വസ്ത്രം, ഇതൊക്കെ പല ആൾക്കാർ ജീവിതം സമർപ്പിച്ച് കണ്ടുപിടിച്ചതാണ്.
ആ മഹാത്മാക്കളെ നമ്മൾ നന്ദിയോടെ ഒന്ന് ഓർക്കുക, നന്ദി പറയുക. മൂന്നാമത്തേത് നമ്മുടെ അച്ഛൻ, അമ്മ, അച്ഛൻ്റെ പരമ്പര, അമ്മയുടെ പരമ്പര. അവരിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിലെത്തിയത്. അവരുടെ കഷ്ടപ്പാടുകൾ, അവർ നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ, അവർ നല്ല കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് നന്ദി പറയുക. മൂന്നാമത് നമ്മുടെ കുടുംബം, ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരോട് നന്ദി പറയുക. പിന്നെ മറ്റു മനുഷ്യർ, സഹായിക്കുന്നവർ, സുഹൃത്തുക്കൾ, എല്ലാവരും നാലാമത്തേതിൽ പെടും. അഞ്ചാമത്തേത് എന്താണ്? പ്രകൃതി, അത് പരിസ്ഥിതി, ഈ സസ്യങ്ങൾ, അല്ലേ, ഇതിനോടും നമ്മൾ നന്ദി പറയുക. അപ്പോൾ ഒന്നാമതാണ് ഈശ്വരൻ, ഋഷിമാർ, സനാതനധർമ്മം. 2 മഹാത്മാക്കൾ. 3 അച്ഛൻ, അമ്മ, അവരുടെ പരമ്പര, അല്ലെ നമ്മുടെ ബന്ധുമിത്രാദികൾ. അടുത്ത ഏതാണ്? പ്രകൃതി, പരിസ്ഥിതി. ഈ 5 ശക്തികളോട് ആത്മാർത്ഥമായി നന്ദി പറയുക. അതൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത്. ഇപ്പോൾ ഒരു അസുഖം വന്നു, ഉടനെ ആശുപത്രിയിൽ പോയാൽ മെഡിസിൻ വന്നു. ഈ മെഡിസിൻ കണ്ടുപിടിച്ചൊരു സയൻറ്റിസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ പല മതവിശ്വാസങ്ങളും ചില ആൾക്കാരുടെ ആശയങ്ങളൊക്കെ പരിശോധിച്ചാൽ അവരുടെ വിശ്വാസം ഫോളോ ചെയ്യുന്നവർ മാത്രമാണ് നല്ലവർ, ബാക്കിയെല്ലാം മോശക്കാർ. ചില ആൾക്കാർ നരകത്തിൽ പോകുമെന്നൊക്കെ പറയും. നമ്മളങ്ങനെയല്ല. സനാതനം പഠിച്ചില്ലെങ്കിലും നമ്മുടെ വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിലും അവരുടെ കർമ്മങ്ങൾക്ക്, അവരുടെ കണ്ടുപിടുത്തങ്ങളെ നമ്മൾ നമിക്കുന്നു. എന്ന് മാത്രമല്ല, സനാതനധർമ്മത്തെ വിശ്വസിക്കാത്ത, പഠിക്കാത്ത ഒരാൾ നല്ല ഉയർന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉയർന്ന ലോകങ്ങൾ കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടേത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. അതല്ലേ ശരി? ഒരാൾ കഷ്ടപ്പെട്ട് ഒരു ബുദ്ധിമുട്ടി നല്ലൊരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടണ്ടേ? ചില ആൾക്കാർ അത് റിസൾട്ട് കിട്ടണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് വന്ന റിസൾട്ട് കിട്ടും, ഇല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകുമെന്ന് പറയും. അപ്പം നമ്മുടെ ദർശനം, ആശയം എത്ര മഹത്തരമാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെ സനാതനധർമ്മത്തെ ഒരാൾ വിമർശിച്ചെന്നിരിക്കട്ടെ, കുറ്റം പറഞ്ഞെന്നിരിക്കട്ടെ, എന്നിട്ട് അയാൾ പാവങ്ങളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഓർഫണേജ് നടത്തുന്നു, പല കുട്ടികളുടെ കല്യാണം നടത്തുന്നു. പക്ഷേ പുള്ളി സനാതനധർമ്മത്തെ നിരന്തരം വിമർശിക്കുകയാണ്. സനാതനധർമ്മം പറയുന്നത് എന്താണെന്നറിയാമോ? അയാൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നില്ല, അയാൾക്ക് ഉയർന്ന ലോകം കിട്ടുമെന്നാണ് പറയുന്നത്. സനാതനധർമ്മത്തെ വിമർശിച്ചത് കൊണ്ട് അയാളുടെ കർമ്മത്തിന് റിസൾട്ട് ഇല്ലാതാകുമോ? ഇല്ല. അപ്പം എത്ര ഉജ്ജ്വലമായ ദർശനമാണെന്ന് നോക്കുക. പക്ഷേ ഉയർന്ന പുരോഗതി, ആത്മീയ പുരോഗതിയൊക്കെ ലഭിക്കണമെങ്കിൽ, ജീവിത വിജയം ലഭിക്കണമെങ്കിൽ സനാതനധർമ്മം കൂടെ പഠിക്കണം. ആ ഒരു ക്ലാസ്സിലേക്ക് കൂടെ നമ്മൾ ക്ഷണിക്കുന്നു. പിന്നെ ഇതുപോലെ ഇവിടെ ഈ പരിപാടിയോട് ഇനിയും തുടർന്നും വല്ല ക്യാമ്പുകളോ ക്ലാസ്സുകളൊക്കെ വെച്ചാൽ, ഏകദിന ശിബിരം, ദ്വിദിന, ത്രിദിന ശിബിരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അധ്യാപകർ വന്ന് ക്ലാസ് എടുക്കുന്നതാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സനാതനധർമ്മത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾ താല്പര്യം കാണിച്ചാൽ അതിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. ഇതാണ് ആർഷവിദ്യാസമാജത്തിന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. 24 വർഷമായി ആർഷവിദ്യാസമാജം കേരള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും പല കാര്യങ്ങളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആർഷവിദ്യാസമാജത്തിന് പ്രവർത്തിക്കുവാൻ സാഹചര്യം ഒരുക്കിയത് പല ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇതുപോലുള്ള മഹാത്മാക്കളും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവരൊക്കെയാണല്ലോ. ആർഷവിദ്യാസമാജം ഒറ്റയ്ക്ക് മാത്രം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഏതായാലും ഈ ഒരു പരിപാടി ഇത്രയും നേരം ശ്രവിച്ച ആർഷവിദ്യാസമാജത്തിന് ഇങ്ങനൊരു അവസരം നൽകിയ ഇതിൻ്റെ ഭാരവാഹികളോടും എന്നെ ശ്രദ്ധയോട് ശ്രവിച്ച എല്ലാ നല്ലവരായിട്ടുള്ള ആൾക്കാരോടും ആർഷവിദ്യാസമാജത്തിൻ്റെ പേരിൽ നന്ദി, ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതുകൊണ്ടും ഇവിടെ നിൽക്കാതെ തുടർന്നും നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈശ്വരനും ഗുരുക്കന്മാരും നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.